നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ചായ് വിത്ത് ടെക്. അല്ല സോറി, കട ഐറ്റം മറന്നു. കാശാ എന്തിന് പുള്ളിയെ കിട്ടി പുള്ളി അതല്ല പക്ഷെ കാശ് വയ്ക്കായിരുന്നു. നിങ്ങൾ മിസ്റ്റർ ബീസിനെ കണ്ടാൽ നിങ്ങൾ കാശ് വയ്ക്കില്ലേ? നാട്ടിൽ പോകുമ്പോഴിങ്ങനെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും ട്രിവാൻഡ്രത്ത്. രണ്ട് പയ്യന്മാരിങ്ങനെ നിന്നിട്ട് ഹായ് നമാടി ബ്രോ, ഞാൻ പറഞ്ഞു ഹായ് ഷസാം എവിടെ, ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത് എന്തുകൊണ്ടാ? ഞാൻ സംഭവമാണെന്ന് എനിക്ക് ഏറ്റവും ചെറിയെന്നറിയൂ, വീഡിയോ കാണുമല്ലോ, ചീർത്താണല്ലോ ഇരിക്കണം. കാര്യം മനസ്സിലാക്കണം, മട്ടൻ ഷാവ് എന്നൊരു സാധനം ഇല്ല. നിങ്ങൾ വലിയൊരു ഫുഡ് ബ്ലോഗറാണ്, പ്ലീസ്. നിങ്ങൾ വലിയൊരു ഫുഡ് ബ്ലോഗറാണ്. അപ്പൊ ഈ മട്ടൻ ഷാവ എന്നൊരു സാധനം ലണ്ടനിൽ പോയി കണ്ടുപിടിച്ചാണോ? അത് വേനുള്ള ചോക്ലേറ്റ് ആണ്. പക്ഷേ അവിടെ ഒരാളുണ്ടായിരുന്നു, ഞാനൊക്കെ ജാക്കറ്റ് 10 ജാക്കറ്റ്. ബട്ട് ദി ഓൺലി പ്രോബ്ലം ഈസ് നിങ്ങൾ അവിടെ കാണാൻ ടെഫ്റ്റ്. മൊബൈൽ ഹാക്കിംഗ് അവിടെ എത്തിയിട്ടില്ല. അത് പോവും, ഞാൻ ഉടനെ പോവും. നമ്മളുടെ സ്വന്തം സുബിനുള്ള ജെ സത്യം പറയാൻ നിന്നിട്ടില്ല. കിങ് സിൽവറാ. അല്ല നീ പോയില്ലടാ. സ്വാഗതം. ഹായ് നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ചായ് വിത്ത് ടെക്. അല്ല സോറി, കട ഐറ്റം മറന്നുപോയി. ഗൈസ്, പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. പവർകാസ്റ്റ്, പൗകാസ്റ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. കുറെ ചാനൽ ഉണ്ടായുള്ള പ്രശ്നം അത്. അതെ അതെ. പെവർകാസ്റ്റിലോട്ട് സ്വാഗതം. എൻ്റെ കൂടെ നമ്മളുടെ സ്വന്തം സുബിനുള്ള ജെ ആൻഡ് നൊമാഡിയൻ അഥവാ സുരേഷ് പിള്ളൈ. അപ്പൊ ഒരു കിടിലം കോണ്ടന്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. അത് എല്ലാരും ഇന്ന് വരുമല്ലടാ, ഇന്ന് രാത്രി ഇപ്പൊ ഇടും. അതായത് ഈ വീഡിയോ വരുന്ന സമയത്ത് ഓൾറെഡി അത് 1 മില്യൺ വ്യൂസ് ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഉറപ്പാ അയ്യറും അങ്ങനെ സാധനം നോക്കി, ഒരു 1 മില്യൺ അടിക്കാനുള്ള ഒരു സാധനമാണ്. വരുന്ന സാധനമാണ്. ഷസാം പറഞ്ഞ പിന്നെ എന്റെ അപ്രൂവൽ ഇല്ല. കുറെ നാൾക്ക് ശേഷം എനിക്കൊരു ചിരി വന്നൊരു സാധനം. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ചോക്കോ വേൾഡിൽ പോയി ചോക്ലേറ്റ് മേടിക്കുക. പ്രൊമോഷൻ. അപ്പം നമ്മുടെ സുബിനോളജി അങ്ങനെ അങ്ങ് UK പോയി ക്വീനെ ഒക്കെ കണ്ടേക്കുന്ന അനുഗ്രഹം മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ക്വീൻ അല്ല, ഇപ്പൊ കിങ് ആണ്. ആണോ? ഓ സോറി, കിങ് ആണ്. മേ ഹെർ സോൾ റെസ്റ്റ് ഇൻ പീസ്. അപ്പൊ രണ്ട് കിങ് ഇവിടുത്തെ കിങ് അങ്ങോട്ട് പോയില്ലേ? അല്ല നീ പോയില്ലടാ, മൊബൈൽ കിങ് അവിടെ എത്തിയിട്ടില്ല. അത് പോവും, ഞാൻ ഉടനെ പോവും. പക്ഷേ നമ്മുടെ സുബിൻ എല്ലാ വർഷവും ലണ്ടനിൽ പോകുന്നൊരു വ്യക്തിയാണ്. വെറുതെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും. ഒരു ഫുഡ് ഇൻസ്പെക്ടറിനെ പോലെയാണ് പുള്ളി. അവിടെ പോയി കാര്യങ്ങളൊക്കെ പഠിച്ച് സെക്കൻഡ് ഹോം ആണ്. സെക്കൻഡ് ഹോം ഞാൻ ഒഫീഷ്യലി ഞാൻ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. ഞാൻ ആലോചിക്കണതേ, നമ്മളൊക്കെ പണ്ടൊരു UK വിസയ്ക്ക് എന്തൊക്കെ തെണ്ടുവരുന്നു അറിയോ? 10 ലക്ഷം രൂപ മറ്റേ അക്കൗണ്ടിൽ കാണിക്കണം. എന്നിട്ട് ആ മദാമേ സാഹിബിനെയൊക്കെ പോയിട്ട് ഞാനൊന്നും പോയി അവർ വിസ തരൂല. എനിക്ക് പരിചയമുള്ള ഒരാളെ റിജക്ട് ചെയ്തിട്ടുണ്ട് വിസ. പക്ഷെ അത്ര വലിയ ഇഫ് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് അതില്ലെങ്കിലേ അത് 1 രൂപ കുറഞ്ഞാൽ പോലും അത് വിഷയമാണ്. അതുപോലെ മെയിൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഈ പോകുന്ന ആള് തിരിച്ചു വരുന്നുള്ള ഒരു വിശ്വാസം ആ എംബസി. നമ്മളൊരു പ്രോമിസറി നോട്ട് ചെയ്ത് ഒന്നും കാര്യമില്ല, അവർക്കത് കൊടുക്കാമല്ലോ. ഇല്ല, അത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റും നമ്മുടെ എന്താണ് ജോലി ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഫാമിലി പ്രൊഫൈലൊക്കെ അവർ കാണുമ്പോൾ അവർ തീരുമാനിക്കും അയവൻ തിരിച്ചു വരില്ല, ഇവൻ അവിടെ പോയിട്ട് സെറ്റിൽ ആവും. അയ്യോ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അവിടെ ഒരു വേക്കന്റ് ഹാരറ്റ്സിന്റെ കവർ ഇരിപ്പുണ്ട്. അത് അവനുള്ള ചോക്ലേറ്റ് ആണ്. പക്ഷെ അവിടെ ഒരാളുണ്ടായിരുന്നു, അവൻ പോയിരിക്കാണ്. അവൻ ആ വണ്ടിയായി ഒന്നും പറയണ്ട. അവനായി അവന്റെ വണ്ടി. യാസർ കല്യാണം കഴിച്ചിരിക്കുകയാണ്. സോ കല്യാണം പ്രേമിച്ചവൻ അല്ല, അവ അങ്ങനെയല്ല. കണ്ടില്ലേ കുടുംബ ഫോട്ടോയിലൊക്കെ പിടിച്ച് വണ്ടീനെയൊക്കെ ചേർത്തൊക്കെ നിർത്തി. അതെ അതെ. അപ്പോൾ അവ കല്യാണം കഴിഞ്ഞിരിക്കണം. അപ്പോൾ സിംഗിൾ ലേഡീസ് ഈസ് മാരിഡ്. ഞങ്ങൾ സ്റ്റിൽ ഇവിടെ അല്ലേ? അല്ല, ഇവൻ മാരിഡ് ആൻഡ് മൊരടിച്ച്. ഇവൻ മാരിഡ് 3 തവണ. ഷസാബ് ഈസ് ആൾസോ മാരിഡ്. മാരിഡ് അല്ല, ഐ ഹാവ് എ റിലേഷൻഷിപ്പ്. അപ്പോൾ എന്തായാലും യാസർ അതാണ്, ഇപ്പം നാട്ടിലാണ് അവൻ. എപ്പോൾ വരുമെന്ന് ഒരു പിടിയില്ല. എന്ന് ഇവിടെ വരില്ല. പൂനെയിൽ എന്തോ അവന് ഇത് കിട്ടി, കാറിന്റെ ഷോ. അവന്റെ കാറുണ്ടല്ലോ, ഒരു രക്ഷയില്ല. യാസറെ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അല്ലല്ല, എനിക്ക് എന്താണെന്ന് അറിയണം. ഹാരറ്റ്സിന്റെ ചോക്ലേറ്റ്. ചോക്ലേറ്റ് സ്ഥലമുണ്ട്. പറയൂ. ഹാരറ്റ്സ് എന്ന് പറഞ്ഞ ഒരു എല്ലാ
എല്ലാവരും പോയി എക്സ്പെൻസീവ് ബാഗ്സും ഡ്രസ്സും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസീവ് അല്ലാത്ത ചോക്ലേറ്റുമായിട്ടാണ് ബാക്കിയുള്ള ബാഗും നമ്മ പറ്റിച്ചോ നമ്മളെ. അല്ല ആർക്കും മേടിച്ചിട്ടില്ല. എന്താ ഹാരിറ്റ്സ്? ഹാരിറ്റ്സ് ഒരു ഖത്തറി ഓൺഡ് ഒരു ഷോപ്പിംഗ് സെന്റർ ആണ്. ഖത്തറി അല്ല പണ്ട് ഖത്തറി അല്ലായിരുന്നു. പണ്ട് ഖത്തറി അല്ല, ബ്രിട്ടീഷുകാരതായിരുന്നു. ഖത്തർ വാങ്ങിച്ചു. സോ ഹാരിറ്റ്സ് ഒഫീഷ്യലി പോയാൽ മിക്കവർക്കും അറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഷോപ്പിങ്ങിന് പോകും. മൊത്തം ഈ സൗദി, ഖത്തർ, മൊത്തം മിഡിൽ ഈസ്റ്റ് ആൾക്കാർ അവിടെ തന്നെയാണ്. ആ ഷോപ്പിംഗ് സെന്ററാണ്. ഏറ്റവും എക്സ്പെൻസീവ് ഡ്രസ്സസ്, ലക്ഷറി ബാഗ്സ്, എല്ലാം whatever you ask for, everything. Mall. It's like a mall and അവർ തന്നെ തുറന്നു കിടക്കണം മോളല്ലേ? അല്ല തുറന്നു കൊടുക്കുന്നില്ല, ലക്ഷറി മോൾ തന്നെയാണ്. അങ്ങനെയല്ലോ. അല്ല കടകളില്ല, എല്ലാം ഓപ്പൺ ആണ്. ലൈക്ക് ഓപ്പൺ മാർക്കറ്റ് പോലെ തന്നെയാണ്. മനസ്സിലായി. ശരിയൊരു ഡൗട്ട് ചോദിക്കട്ടെ, UAE കാട്ടി റേറ്റ് ചീപ്പാണെന്ന് പറയുന്നുണ്ട് അവിടെ സാധനങ്ങൾക്ക്. ആര് പറഞ്ഞേ? അല്ല വില കൂടുതല. ആര് പറഞ്ഞു? എന്ത് സാധനം? എന്ത് സാധനം? ലൈക്ക് ഔട്ട്ഫിറ്റ്സും അങ്ങനെ സാധനങ്ങൾക്കെല്ലാം അങ്ങനൊന്നുമല്ല. ഔട്ട്ഫിറ്റ്സ് ഇപ്പം നമുക്ക് പല റേഞ്ചിൽ ഔട്ട്ഫിറ്റ്സ് ഇവിടെ നമുക്ക് നേഫ് പോയാൽ കിട്ടും. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ വലിയ വലിയ ബ്രാൻഡ്സ് ഹൈപ്പർ മാർക്കറ്റ്സും 10 റംസ് തൊട്ട് 20 റംസ് പോലും ടീഷർട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുക്കാതിരിക്കൊന്നുമില്ല. ബട്ട് ചില ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട് അവിടെ. ലൈക്ക് പ്രൈമാർക്ക് ഇസ് വൺ ഓഫ് ദ ഫേമസ്. ഇവിടെ ദുബായിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ബർഗർ സിറ്റി സെന്റർ. ഞാൻ ഞെട്ടിട്ടില്ല. എനിക്ക് കാറ്റ് കയറണം സത്യം. നീ ഇടാതെ ഇടണം പോരെ. ആ കടയുടെ പേരെന്താ പറയുന്നത്? പ്രൈമാർക്ക്. ദുബായ് മോളിലുണ്ട്. തുടങ്ങാൻ പോണ് പ്രൈമാർക്കും. ഈ ജീൻസ് ഇത് അവിടെ നിന്ന് മേടിച്ചാ അതൊരു ക്വാളിറ്റി കുറവ് കണ്ടിട്ട്. ഇത് ലിവൈസ് ഏറെക്കുറെ സെയിം ക്വാളിറ്റി. ഇത് പുള്ളാൻ പേര്, ഇത് ലിവൈസ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രൈമാർക്ക് നല്ല ജാക്കറ്റ്സ്, ടീഷർട്സ്, ഷർട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട്. നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു. താങ്ക്സ് ടു മൈ വൈഫ് റാണിയ. എന്റെ പൊന്നു ബ്രോ, ഓരോ സ്റ്റോറിയിലും ഓരോ ജാക്കറ്റ് ആയിരുന്നു. ഞാൻ എല്ലാം നോട്ട് ചെയ്തു. ഓരോ സ്റ്റോറിലും ഓരോ ജാക്കറ്റ് ആയിരുന്നു. അപ്പൊ എത്ര ജാക്കറ്റ്? 10 ജാക്കറ്റ് കൊണ്ടുപോയോ? ഓൾമോസ്റ്റ് 10 ജാക്കറ്റ്. കണ്ടോ? ഞാനൊക്കെ പോയി 10 ജാക്കറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, 10 ജാക്കറ്റ്. ഒരു മാസത്തേക്കല്ലേ ഞാൻ പോയത്. വേണ്ടേ? ഒരു പെട്ടിയിൽ 10 ജാക്കറ്റ് വാക്യൂം ചെയ്യാലോ. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് UK വിശേഷം ഇനിയും പറയട്ടെ. ടൊവിനോയെ കണ്ട്, യൂസഫ് അലിയെ കണ്ട്, കിങ്ങിനെ കണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ള, ആരായാലും നിങ്ങളടക്കമുള്ള ആൾക്കാരെ UK ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യും. ഞാൻ ചൈനയിൽ പോകണമെന്ന് പറഞ്ഞ. അതെ, UK ചൈന സംതിങ് ഡിഫറെന്റ് ഒരു. പക്ഷേ UK എന്ന് വെച്ചാൽ ദുബായ് ഉണ്ടല്ലോ, ഒരു ദുബായ് ഒരു മോഡേൺ, കുറച്ചും കൂടി മോഡേൺ ആയി, കുറച്ചും കൂടി ഡെവലപ്ഡ് ആയാൽ, അതേപോലെ ഒരു ഹിസ്റ്ററി, സെഞ്ച്വറി ഓൾഡ് ബിൽഡിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ ഉള്ളൊരു രാജ്യം ഇങ്ങനെ ഇരിക്കും. അതാണല്ലോ ലണ്ടൻ. നമുക്കറിയാം 300-400 വർഷങ്ങൾ പഴക്കമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അതേപോലെ തന്നെ ബിഗ് ബെൻ, ഇന്ത്യ, എല്ലാം നമ്മുടെ കൊയിനൂർ എല്ലാം അവിടെ. ഞാൻ അവിടെയും പോയി. ടവർ ഓഫ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നോ ഫോട്ടോ, നോ വീഡിയോ, നത്തിങ്. നമുക്ക് അകത്ത് കയറാം, എല്ലാം കാണാം. നമുക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒക്കെ അവിടെ ഉണ്ട്, ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ തോന്നുന്നു അവിടെ നിന്ന് ആരും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. ഈ പ്രാവശ്യം പോയാൽ കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് നൂഡിൽ ഇൻ ദ ബ്രിസ്കറ്റ് നൂഡിൽ ഇൻ. അത് ഹലാൽ ഓപ്ഷൻ. ലുക്ക്, നമ്മളിപ്പോൾ നിങ്ങൾ ഈ വർഷം കൂടി ഇറങ്ങി വന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡ് വിത്ത് സിറ്റി എന്നതിൽ ഫസ്റ്റ് ലണ്ടൻ, സെക്കൻഡ് ദുബായ് ആണ്. യെസ്. സോ നമ്മളെപ്പോഴും പറയല്ലോ ദുബായിൽ കിട്ടാത്ത ഒന്നുമില്ല, ലണ്ടനിൽ ഒരു ചുക്കുമില്ല, തേങ്ങയില്ല, മാങ്ങയില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ള, ലണ്ടൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സിറ്റീസ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്ത് പറഞ്ഞു? നല്ല അറബിക്, നിങ്ങൾ പറഞ്ഞല്ലോ നല്ല അറബിക് ഫുഡ് കിട്ടുന്നത് എന്തോ ലണ്ടനിലാണെന്നോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെ സംതിങ് പറഞ്ഞില്ലായിരുന്നു ബെസ്റ്റ് അറബിക് കിട്ടിയെന്നോ? UAE മാത്രമല്ല, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സംഭവ സ്റ്റോറിയിൽ എന്തോ? ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ദുബായിൽ മാത്രമല്ല കിട്ടാൻ നല്ല അറബിക് ഫുഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് അത് സംസാരിച്ചോട്ടെ, അത് ഉണ്ടാവുമല്ലോ, എന്നാലേ വളർച്ച ഉള്ളൂ, അല്ലെങ്കിൽ വളർച്ചയില്ലല്ലോ. ബിക്കോസ് ഏറ്റവും ബെസ്റ്റ് കുവൈത്തി മജ്ബൂസ് ദുബായിൽ പോലും ഇല്ല, അവര് സൗദിയിലുണ്ട്. ലണ്ടനിലുണ്ട്. കുവൈത്തി ബ്രാൻഡ് അവർ ലണ്ടനിലുണ്ട്. കുവൈത്തി മജ്ബൂസ് അത് ദുബായിലില്ല.
നോ, ദാറ്റ് ബ്രാൻഡ് ഇസ് നോട്ട് ഹിയർ. അവരാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബ്രാൻഡ്സ് ഓഫ് കുവൈറ്റ്. കുവൈറ്റ് മക്ലൂബ ഉണ്ടോ അവിടെ? ഉണ്ട്. എവിടെ? ലണ്ടനിലോ? ട്രൈ ചെയ്തോ? മക്ലൂബ് ഉണ്ട്, മന്തി ഉണ്ട്, ഹനീദ് ഉണ്ട്, മദ്ഫി ഉണ്ട്, ഇല്ലാത്ത മറ്റതില്ല, ഏതാ? കുക്കർ. അല്ല, കുക്കർ മധുഹൂത്ത് ഉണ്ട്, മധുഹൂത്ത് ഉണ്ട്, നല്ലിയില്ല. കുക്കർ നല്ലിയില്ല. അത് റൈറ്റാ. കുക്കർ ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദുബായ് ഈസ് എ വെരി ഹോട്ട് സ്പോട്ട് ഫോർ ഏഷ്യൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മളെ സൈഡ് ഈ മലയാളി നോർത്ത് ഇന്ത്യൻ, അത് ഹെവനാണ് ദുബായ്, ഒരു സംശയവും വേണ്ട. ഏറ്റവും ബെസ്റ്റ് ഇവിടെ തന്നെയാണ്. ഇവിടെ ഇല്ലാത്ത അവിടെ ഉള്ളത് എന്തായിരുന്നു? അവിടെ ലൈക്ക് ഇന്റർനാഷണൽ നമ്മളിപ്പോ BKRY നമ്മൾ കഴിച്ചിട്ട് അതീന്നും കിടിലം ക്വാളിറ്റി, ആദ്യം കിടലം ക്വാളിറ്റിയാണ്, ആദ്യം കിടലം ക്വാളിറ്റിയാണ്. BKRY പോയിട്ടില്ലാത്തവർ ദുബായിൽ ഉള്ള ഒരു കടയാണ്, ബേക്കറി എന്നാണ് എന്റെ പേര്. ഇവര് വെച്ചുള്ള പേരായിട്ട് BKRY. Look, the thing is because it's a European. നമുക്കറിയാം ഇപ്പം ബ്രെക്സിറ്റിന് ശേഷമാണ് യൂറോപ്പ് ഭാഗം അല്ലാണ്ടുള്ളൂ ഈ UK. അല്ലാതെ ആ ഒരു യൂറോപ്യൻ കോണ്ടിനെന്റിനായിരുന്നു, യൂറോപ്യൻ ഇതിൽ പെട്ട ഒരു കൺട്രി ആയിരുന്നു. സോ ഞാൻ തോന്നുന്നു എല്ലാം ബിക്കോസ് അത്രയും എക്സ്ചേഞ്ച് നടന്നതാണ്, ബിസിനസ് വൈസും എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം. സോ അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ബീങ് യൂസ് ദെയർ ഈസ് റൈറ്റ് ഫ്രം ആ രാജ്യങ്ങളിൽ. എല്ലാ അവരുടെ റിസോഴ്സും അടിപൊളിയാണ്, ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദുബായ് ഒന്നും നമ്മൾ ഈ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നുമല്ല അവരുടെ ഇടയിൽ, ഒന്നുമല്ല. മെഡിസിൻസ്, നമ്മളീ പറയുന്ന ബോഡി ലോഷൻസ്, ക്രീംസ്, വെരി ചീപ്പ് എന്ന് വെച്ചാൽ വെരി ചീപ്പ്. ഒരു നല്ല ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് 79 pence to £1 അവിടെ നിന്ന് കിട്ടും. ഒരു ഷാർജയിൽ 1 ലിറ്റർ 750 ml പിടിച്ചോ, നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇവിടെ എവിടെയും കിട്ടില്ല. £1 എന്ന് വെച്ചാൽ 5 dirhams ഒരു 1 ലിറ്ററിൻ്റെ ബോഡി ഷാർ. ഒരു ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ് എന്നല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു സാധനം ഇവിടെ കിട്ടില്ല. സത്യം. അല്ല, അപ്പൊ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്? അല്ല, പിന്നെ ഫുൾ യൂറോപ്യൻ കൺട്രീസ് വരെയാണ്, സ്വീഡൻ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ വരികയാണ്. പക്ഷെ അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഹ്യൂമൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അവിടുത്തെ ലേബേഴ്സിനുള്ള പ്രൊട്ടക്ഷൻ, അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ കൺട്രോൾഡ് ആണ്. പക്ഷെ അത് ഇല്ലാന്നല്ല, ഇപ്പോൾ ലണ്ടനിൽ ഫോളോവേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അവർ പറയുമ്പോൾ നീ അവിടെ പോയി നോക്കുക, അത് ഉണ്ടാവില്ല. അത് ലുക്ക്, എല്ലായിടത്തും ആ പ്രശ്നങ്ങളുണ്ട്, എല്ലാ രാജ്യത്തും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള രാജ്യമാണ് UAE എന്ന് പറഞ്ഞാലും, ഇവിടെ മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നായിരിക്കും പറയാൻ പറ്റില്ലല്ലോ. ഒരു 2 to 3%, 5% ഇവിടെ നടക്കുന്നുണ്ട്. എക്സ്പോഷർ വരൂല. എക്സാക്ട്ലി. പിന്നെ പൊതുവെ ഇവിടുത്തെ ഫൈനും ഇതൊക്കെ പേടിയുമാണ്. അതെ, പക്ഷെ ഇവിടെ നടക്കാതെ ഇല്ല, എല്ലാം നടക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്, എല്ലാത്തും CCTV ഉണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അവിടെ ഒരു ഇത്രയും വലിയ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് അവിടെ അങ്ങനെ പാലിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ദ ഓൺലി പ്രോബ്ലം ഇസ് നിങ്ങളവിടെ കാണാൻ തെഫ്റ്റ്. അല്ല, എൻ്റെ ഇതുവരെ ഞാൻ ഇപ്പം 2023 ഞാൻ പോയതാണ്. 2025 ഇത്തവണ കണ്ടില്ല, കഴിഞ്ഞ തവണ ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ തവണ വണ്ടിയൊക്കെ കുത്തിപ്പൊടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സീനൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇത്തവണ ഒന്ന് കണ്ടിരുന്നു, പ്രൈമാർക്കിൽ തന്നെയാണെന്ന് തോന്നുന്നു. സാധനങ്ങൾ എടുത്തിട്ട് ആൾ പുറത്തിറങ്ങുമ്പോൾ സെക്യൂരിറ്റി വന്ന് ചോദിച്ചു, അയാൾ തിരിച്ചു കൊടുത്തിട്ട് അയാൾ പോയി. മനസ്സിലായി, മാന്യനായ കള്ളൻ. അത് കള്ളൻ എന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ല, അല്ലാതെ ഒരുത്തൻ ഞാൻ ഓടുന്നു ഇപ്പുറത്ത്, ഏതാ ഷോപ്പെന്ന് എനിക്ക് ഓർമ്മയില്ല, റീജൻ സ്ട്രീറ്റ്. അല്ല, ഇപ്പൊ വന്നിട്ടിപ്പോ 2 ആഴ്ച ആയല്ലോ, ഈ ക്രിസ്മസ് സമയത്താണ് ഏറ്റവും കൂടുതൽ അവിടെ ക്രൗഡഡ്. ഈ ക്രൗഡ് ഉള്ള സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ബിക്കോസ് ക്രൗഡിന്റെ ഇടയിലും കയറിപ്പോയാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ കൂടുതൽ ആൾക്കാർ ഇടാൻ ബ്ലാക്ക് ആണ്, ജാക്കറ്റ്സ് ബ്ലാക്ക് ആണ്, ഡ്രസ്സ് ബ്ലാക്ക് ആണ്, അങ്ങനെയാണ്. അപ്പൊ ബ്ലാക്ക് മാക്സിമം ഇടരുത്, ഇങ്ങനെയുള്ള തിരക്കുള്ള അങ്ങനെ ഇടണം. ഓറഞ്ച് ഐഫോൺ കൊണ്ടാണ് ഓടുന്നതല്ലേ, സിൽവറാ. ഇപ്പോഴും തിരിച്ച് വന്നപ്പോഴും ആ സാധനം കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇല്ല, എന്റെ ഒക്കെ സേഫ് ആണ്. വെരി പ്രൊട്ടക്റ്റീവ്. ഞാൻ നോട്ട് ലാൻഡ്, നമ്മളിവിടെ കൊളത്തിട്ട് വെക്കുന്ന ഒരു എക്സ്റ്റെൻഡബിൾ ഒരു ഞാൻ ഇന്ന് കാണിച്ചിട്ടില്ല, ഒരു എക്സ്റ്റെൻഡബിൾ ഇതുണ്ട്. ഞാൻ അത് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ഫോണിൽ ഇവിടെ നമ്മൾ ഇവിടെ ഹുക്ക് ചെയ്ത് വെക്കാം, അങ്ങനെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഒരു ഞാൻ അല്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഒരു സ്വഭാവം എൻ്റെ ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് ചെക്ക് ചെയ്യും ഇവിടെ വന്നിട്ട്. അത് ആ 1 മാസം അവിടെ വന്നിട്ട് നമ്മൾ ഫുൾ ടൈം നമ്മുടെ പണി അത് തന്നെയാ. നിങ്ങൾ കുറെ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കലി നിന്നടക്കം മാത്രമേ ഇപ്പൊ അമ്മയോടെ കണ്ടിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ തപ്പി ആദ്യം വന്ന സമയം
ബാക്കിലിരിക്കുക, ഇവൻ ഇങ്ങനെ തടവും എന്നെ, ഭയങ്കര തടവല. അവസാനം എനിക്ക് മനസ്സിലായി ഇവൻ അങ്ങനെ. പിന്നെ ഞാൻ ആ രീതി ഇന്ന് കൊടുത്ത് പാവം ചെറുക്കനാണ്, ചുമ്മാ പറയാനാണ്. അപ്പൊ ഈ ഞാൻ എന്തോ പറയാൻ പറ്റുന്നത്, വലിയൊരു സാധനം പറയാൻ വന്നത് നിർത്തി. അല്ല ഞാൻ പറഞ്ഞു ദുബായിൽ ആ ഒരു സാധനം. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ ഫോൺ ഞാൻ ഊബറിൽ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ എന്റെ ഫോൺ അവിടെ ഉണ്ട്, ഒന്ന് എന്നെ എവിടെയാണ് പിക്ക് ചെയ്ത് അവിടെ ഒന്ന് കൊടുക്കുക. പുള്ളി കൊണ്ടേ കൊടുത്തു. മനസ്സിലായില്ല, അത്രയും എനിക്കിവിടെ വേറെ ഒരു സ്ഥലത്തും. കറക്റ്റ്. ലുക്ക്, അങ്ങനെയുള്ള ആൾക്കാർ ലണ്ടനിൽ ഇല്ല എന്നല്ല, ഒരു കൂട്ടം, ഒരു 10 to 15% അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയതിനാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് എമിഗ്രേഷൻ. നമുക്കറിയാം US-ലും അതേപോലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും മിക്ക സ്ഥലത്തും എമിഗ്രേഷൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഏഷ്യൻസിന് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് അവിടെ. നമ്മൾ നോക്കുന്ന രീതിയും കാണുന്ന രീതിയൊക്കെ ലണ്ടൻ സിറ്റിയിൽ അതില്ലെങ്കിലും കുറച്ച് അങ്ങോട്ട് പോയാൽ കുറച്ചൊരു റേസിസം എന്ന രീതിയിലൊക്കെ പല അയർലൻഡിൽ എസ്പെഷ്യലി പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പല, പക്ഷേ ലണ്ടൻ സിറ്റിയിലൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ വ്യാപകമായിട്ട് കണ്ടിട്ടുമില്ല. ദേ ആർ വെരി ഫ്രണ്ട്ലി. എസ്പെഷ്യലി ബ്രിട്ടീഷുകാരാണെങ്കിൽ പണ്ട് നമ്മൾ കുറേ തേച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു സാധനം പോയി. അതെ അതെ. സോ അങ്ങനത്തെ യാതൊരു രീതിയിലല്ല അവർ പെരുമാറുന്നത്. ആൻഡ് വെരി ഫ്രണ്ട്ലി, വെരി സർവീസ് ഫ്രണ്ട്ലി. നമ്മുടെ ഈ സർവീസ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പം ഈ നമ്മളെ നാട്ടുകാർ മൊത്തം ഈ സിറ്റി അവിടെയാണോ ഉള്ളത്? നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ ലണ്ടൻ എന്ന് വെച്ചാൽ അറിയാലോ, ഒരു ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഒരു ഭാഗമാണ് ഈസ്റ്റ് ഹാം. ഏറ്റവും കൂടുതൽ നമ്മൾ തമിഴിയൻസും മലയാളീസും ഉള്ള ഒരു സ്ഥലമാണ് ഈസ്റ്റ് ഹാം. ഏറ്റവും കൂടുതൽ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഏരിയയാണ്, തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഏരിയയാണ് ആ ഒരു സ്ഥലം. വൈറ്റ് ചെപ്പൽ ഭാഗത്ത് പോയാൽ കുറച്ചൊരു ബംഗ്ലാദേശി ഏരിയ, അങ്ങനെയാണ്. അങ്ങനെ ഓരോ പാകിസ്ഥാനികളുള്ള ഏരിയ, അങ്ങനെ ഓരോ ഏരിയ, ഓരോ ആൾക്കാർ, പഞ്ചാബികളുള്ള ഏരിയ, അങ്ങനെ ഓരോ ഏരിയാസ് അങ്ങനെ ഉണ്ട്. അത് ഈ ലണ്ടനിലല്ലേ? ലണ്ടനിൽ തന്നെ, എല്ലാ ലണ്ടനിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറവാ. നമ്മൾ ഏഷ്യൻസ് കുറയും. ഓക്കെ. ബ്രിട്ടീഷുകാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പണ്ടത്തെ കൺട്രി സൈഡ് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ കേംബ്രിഡ്ജ്, ഗ്രിവിച്ച്, ഇവിടൊക്കെ നമ്മൾ ഏഷ്യൻസ് കൂടുതലുണ്ട്, പഠിക്കുന്നുണ്ട്. ബിക്കോസ് കേംബ്രിഡ്ജിൽ നമ്മൾ പഠിക്കുന്ന മലയാളികളൊക്കെ ഉണ്ട്. മലയാളികളുണ്ട്. അതേപോലെ തന്നെ ഓക്സ്ഫോർഡിലുണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് അറിയാലേ, തൊട്ടപ്പുറത്താ കേംബ്രിഡ്ജ്. നിങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടന്നപ്പം കുറച്ച് മഞ്ഞ് പെയ്തല്ലേ ഇടയ്ക്കിടയ്ക്ക്? മഞ്ഞ് അത് ആർട്ടിഫിഷ്യൽ മഞ്ഞല്ലേ? അല്ല, അത് വേറെ. അത് അവിടെ ക്രിസ്മസിനായിട്ട് എല്ലാ ദിവസവും 6 മണിക്ക് ആർട്ടിഫിഷ്യൽ മഞ്ഞുണ്ട്. അതല്ല, അല്ല നിങ്ങൾ പറഞ്ഞ മഞ്ഞ് ഒരു സ്ഥലത്തൂടെ നടന്നു പോയപ്പോ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ നടന്നു പോയപ്പോൾ ആ സമയത്താണ് 1 മണിക്കൂറോളം മഞ്ഞുണ്ടായത് ലണ്ടനിൽ. പക്ഷെ അതല്ലാതെ മാഞ്ചസ്റ്ററിലൊക്കെ ഒരു 2 days, ബർമിംഗ്ഹാമിലൊക്കെ 2 days സ്നോ ആയിരുന്നു. അല്ല, അത് നമുക്ക് ട്രെയിൻസ് ഇല്ല, എല്ലാം നിന്ന് ആ ഒരു വെതർ കണ്ടീഷൻസ് മാറുമ്പോൾ. എനിക്ക് ലണ്ടനൊക്കെ ആദ്യം മഞ്ഞ ഓർമ്മ വരുന്നത്. ലണ്ടനിൽ മഞ്ഞ് അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. വല്ലപ്പോഴും പെയ്യോടെ. സ്നോ എന്ന് പറഞ്ഞൊരു സാധനം ലണ്ടനിൽ സത്യം പറഞ്ഞാല് നമുക്ക് ഇവിടെ ദുബായിൽ മഴ കിട്ടുന്ന പോലെയാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അവിടെ മഞ്ഞ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവിടെ വെച്ചാൽ ഭയങ്കര തണുപ്പാണ്, വിൻഡിയാണ്. കാനഡയിൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ മഴയുണ്ട്. യെസ്, മഴ മഴ. വേറൊരു കാര്യം, ട്രാഫിക് ഉണ്ടോ? ഉണ്ട്, ഇല്ലാതൊന്നുമില്ല. ബട്ട് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കണക്ടിവിറ്റി ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. മറ്റുള്ള പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഇന്നേ യൂറോപ്യൻ കൺട്രിയിൽ പോയാലൊക്കെ അടിപൊളിയാണ്, റഷ്യ പോയാൽ അടിപൊളിയാണ്, ഇങ്ങനെ ജർമ്മനി പോയാൽ അടിപൊളി ട്രാൻസ്പോർട്ട്. ബട്ട് ഞാൻ അവിടെ ട്രാവൽ ചെയ്തിട്ടില്ല. നമുക്ക് കണ്ടതെല്ലാം പറയാൻ പറ്റും. ഊബറൊന്നും ഞാൻ പിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാ ദിവസവും ഇറങ്ങും ഗൂഗിളിൽ, എനിക്ക് ഇന്ന സ്ഥലം പോകേണ്ടതെന്ന് വെച്ചാൽ ഇന്നേ സമയത്ത് വിത്തിൻ 2-3 minutes ബസ് ഉണ്ടാവും, 5 minutes. ഏറ്റവും ലേറ്റ് ബസ് എനിക്ക് കിട്ടിയത് 10 minutes ആണ് ലേറ്റ്. അല്ലാതെ അങ്ങ് ഒരു പ്രശ്നവുമില്ല. അതും ഏറ്റവും വേഴ്സ് കണ്ടീഷൻസിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. എന്ന് വെച്ചാൽ ക്രൗഡഡ് ആണ് ഏറ്റവും കൂടുതൽ, വിൻ്റർ സമയത്തും ക്രിസ്മസ് സമയത്തും. അതിൻ്റെ ഒക്കെ ഇടയിലാണ് ഞങ്ങളിത് ട്രാവൽ ചെയ്യുന്നത്. സോ ബ്യൂട്ടിഫുൾ കണക്ടിവിറ്റിയാണ്. എവിടെ വേണമെങ്കിലും. നല്ല എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞ ലൈനുണ്ട്, അത് പ്രോപ്പർ ട്രെയിനാണ്, പ്രോപ്പർ നല്ല ട്രെയിൻ, വൃത്തിയുള്ള ട്രെയിൻ. അതല്ലാതെ ട്യൂബ്സ് ഉണ്ട്, അതല്ലാതെ ട്രാംസ് ഉണ്ട്, അതല്ലാതെ പിന്നെ ബസ്സാണ് മെയിൻ. എല്ലാവരുടെയും ബസ് തന്നെയാണ് കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്തത്. നല്ല വ്യൂ കിട്ടും, ഡബിൾ ഡെക്കറും കൂടിയാണ് മുകളിൽ പോയിരുന്നത്, നല്ല വ്യൂ കിട്ടും. അടിപൊളിയാണ്. നടക്കാൻ ഇഷ്ടം പോലെ. അവിടെ ചൂടുണ്ടോ? വെയിൽ വളരെ, ഫ്രിഡ്ജ് തുറന്ന ലൈറ്റ് അടിക്കില്ലേ, അതേപോലെയാണ് വെയിൽ അവിടെ.
അല്ല അത് ഈ സമയമാണ്. പൊല്യൂഷൻ ഉണ്ടോ? ഫോട്ടോസ് അല്ല ഭയങ്കര ക്ലിയർ ആണ്. യെസ്, പൊല്യൂഷൻ ഒന്നും അങ്ങനത്തെ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവിടെ ഹൈ റൈസ് സ്കൈ സ്ക്രേപ്പേഴ്സ് ഇല്ല, ഹൈ റൈസ് ബിൽഡിങ്സ് ആകെ 2 മോളേ ഉള്ളൂ, ജസ്റ്റ് 2 malls. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് അവിടെ എയർ കണ്ടീഷൻ സിസ്റ്റം, ഹാരറ്റ്സും ഹാരറ്റ്സ് മോളല്ല, ഹാരറ്റ്സ് ഷോപ്പിംഗ് സെന്റർ. ആ. അതല്ലാതെ 2 സ്ട്രാറ്റ്ഫോർഡിൽ ഒരു മോളുണ്ട്, അതേപോലെ ബാറ്ററി പവർ സ്റ്റേഷൻ്റെ അവിടെ ഒരു മോളുണ്ട്. 2 മോളാണ് അവിടെ ഉള്ളത്, വെസ്റ്റ് ഫീൽഡ് മോൾ എന്ന് പറയും. ഈ 2 മോളല്ലാതെ വേറൊരു ലൈഫും അവിടെ വേറെ ഇല്ല. അപ്പം ഫുഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബർഗേഴ്സ് ഞാൻ പലയിടത്തും ട്രൈ ചെയ്തു, ബട്ട് നമ്മളെ ദുബായ് ബർഗറിനെ വുഡ്സ്റ്റോക്കിന്റെ അത്ര ദ വേൾഡ് നമ്പർ 2 ബർഗർ എന്ന് പറഞ്ഞാൽ ബ്ലീക്കേഴ്സ് ആണ് അവിടെ, വേൾഡ് നമ്പർ 2. സോ ദാറ്റ് മീൻസ് UK നമ്പർ 1. അവിടെ പോയി ഞാൻ കഴിച്ചു ഇത്രയും ആവറേജ് ബർഗർ. ഹാർഡീസ്ന്ന് കിട്ടും ആ ബർഗർ, യു വിൽ ഗെറ്റ് ഫ്രം ഹാർഡീസ്. നേരെ മറിച്ച് അവിടെ വേറൊരു ബ്രാൻഡുണ്ട്, സ്മോക്ക് ആൻഡ് പെപ്പർ, ഒരു ഇന്ത്യൻ ഒറിജിൻ ബ്രാൻഡാണത്. അടിപൊളി ബർഗർ, സൂപ്പർ ബർഗർ. ആ അല്ല, B60 സംതിങ് ഡിഫറെന്റ്, യുനോ. അവിടെ ബ്രിട്ടീഷ് ബീഫാണ് യൂസ് ചെയ്യുന്നത്. ബീഫ് സ്മാഷ്ഡ് ഡബിൾ പാറ്റി ബീഫ് അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തു, അടിപൊളിയാണ്. അതല്ലാതെ ഷേക്ക് ഷാക്ക് ഈസ് ഗുഡ്, ഷേക്ക് ഷാക്ക് ഈസ് ഗുഡ്. യെസ്. മറ്റേ സാധനം കിട്ടിയോ? ഏത്? ബൈസൺ ബർഗർ. ഇല്ല, ബൈസനൊന്നും നമ്മൾ ഇവിടെ തന്നെ അത് എങ്ങനെയൊക്കെ നമുക്ക് ബൈസൺ തീർന്നു തോന്നല്ലേ? അന്ന് തന്നെ അവര് പറഞ്ഞില്ലേ കുറച്ചേ ഉള്ളവരെ വന്നിട്ടുണ്ടോ ഗ്ലോബൽ വില്ലേജ്. പോയിരുന്നു. എന്നിട്ട് ഉണ്ടായിരുന്നോ? ഞാൻ കഴിച്ചു, എനിക്ക് എക്സ്ട്രാ ഓരോ സാധനമൊക്കെ അവർ തന്നു. ഓ വാവ്. ഇവന്റെ സുഖിന്റെ പേര് പറഞ്ഞല്ലേ? ഇല്ല, അവനറിയാലോ. ഞാനിങ്ങനെ എനിക്കും പോണം ഒരു ദിവസം നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജ് തീരണതിന് മുന്നേ. നമുക്ക് ഒന്നുകൂടെ പോകണം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഫ്രണ്ടിനെ കൊണ്ടുപോകാം. യെസ്. സോ അങ്ങനെ അവിടെ ഫുഡ്. പിന്നെ ചിക്കൻ, എന്ത് ചിക്കനും ഒരു ലൈറ്റായിട്ട് മസാല ഇട്ട് പൊരിച്ച് കഴിക്കുകയോ ഗ്രിൽ ചെയ്ത് കഴിക്കുകയോ ബോയിൽ ചെയ്ത് കഴിക്കുകയോ അടിപൊളി ചിക്കനാണ്. ബിക്കോസ് ചിക്കന് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ജ്യൂസിയാണോ? വെരി ടെൻഡർ, ജ്യൂസി, നല്ല സൈസാണ്. ആ സൈസിൽ നമുക്ക് ശരിക്കും ഒരു ചെസ് പീസ് ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈ ആയിരിക്കും. ഇല്ല, ഇത് ഭയങ്കര ടെൻഡറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ടെൻഡർ ചിക്കൻസ് ഐ ഹാവ് ഹാഡ് ഫ്രം എനിവെയർ അറൗണ്ട്. എസ്പെഷ്യലി അവരുടെ സ്മോൾ സസ്. അതിനെക്കുറിച്ച് ഞാൻ കുറേ വായിച്ചു പഠിച്ചു, ഒരു വീഡിയോസൊക്കെ അവിടെ ഷെഫുമാരൊക്കെ കമ്പയർ ചെയ്തു. അല്ല അത് സത്യമാണ്, ഈ ഒരു കേസിൽ അത്യാവശ്യം വല്ലതും അറിയാവുന്ന സുബിനാണ്. അങ്ങനെ അതാണ് അവരുടെ സ്മോൾ സസെക്സ് ചിക്കൻ ആണ് അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് എല്ലാവിടെയും. സോ അതിനൊരു പ്രത്യേക ബ്രീഡാണ്. ഇവിടുത്തെ പോലെ ഈ ഒരു രാജ്യം എന്ന് വെച്ചാൽ അതായത് പോൾട്രി അല്ലേ? പോൾട്രി തന്നെ, ഫൗൾ എന്നാണല്ലോ അവിടെ പറയുന്നത്. ഹോർമോൺ കുത്തിക്കുന്ന കോഴിയല്ല, ഇല്ല. അതാണ് ഞാൻ പറയുന്നത്, നാടൻ കോഴി എന്ന് പറയാം. അവിടെ സ്മോൾ സസെക്സ് ചിക്കൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒക്കെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിനോട് അനുവദിച്ചിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ഫെസിലിറ്റിയോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. യു എയിലൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ചിക്കൻ കിട്ടുന്നുണ്ടെങ്കിലും എല്ലാം അലൈനിലുള്ള ഫാം ഉണ്ടെങ്കിലും ഇതൊരു മരുഭൂമിയല്ലേ, അവർക്ക് വളരാനുള്ള അങ്ങനെ പ്രകൃതിപരമായിട്ട് ഒന്നും വരുന്നില്ല. എല്ലാം സെൽഫ് മെയ്ഡ് സാധനങ്ങളാണ്, ഒരു ആർട്ടിഫിഷ്യലി എല്ലാം ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. സോ അതിൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ടെൻഡർ ചിക്കനൊക്കെ അവിടെ നിന്ന് ഫ്രൈഡ്, ഒരു സ്ലിം ചിക്കൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, ഹലാൽ ഓപ്ഷൻസ് ആണ് എല്ലാവിടെയും. അവിടെ നിന്നൊക്കെ പോയിട്ട് അവരുടെ ടെൻഡറിൻ്റെ തന്നെ പ്ലാറ്റർ ഉണ്ട്, ഒരു നാഷ്വിലും സ്പൈസിയും നോർമലും, അതൊക്കെ അടിക്കുമ്പോൾ അടിപൊളി. അങ്ങനത്തെ ഒക്കെ സാധനം ഇവിടെ നമുക്ക് മിസ്സിങ് ആണ്. അതേപോലെ തണ്ടർ ബേർഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, സെയിം ടെൻഡർ ചിക്കൻ റാപ്പ് ചെയ്തിട്ടൊക്കെ ചെറിയൊരു സാൻഡ്വിച്ചാണ്. അതും അവരൊക്കെ 12 hours ബ്രൈൻ ചെയ്തിട്ടാണ് ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ തരുന്നത്. സോ ഇറ്റ്സ് വെരി വെൽ മാരിനേറ്റഡ് കുക്ക്ഡ്. അങ്ങനെയുള്ള ഇഷ്ടം പോലെ നിരവധി ബ്രാൻഡ്സ് അവിടെ. ദ ബെസ്റ്റ് പാസ്ത, നമുക്ക് നല്ല ഇറ്റാലിയൻ പാസ്ത ഒക്കെ, അത് ഇറ്റാലിയൻ പിസ്സാസ്, ഫ്രാങ്കോ മാങ്ക എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ബ്രാൻഡ് ഉണ്ട്, അവരുടെ ഒക്കെ പിസ്സാസ് ഒക്കെ. സോ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ക്യൂസീൻസിന്റെ ഓപ്ഷൻസ് ഒരു രക്ഷയില്ല. ദുബായ് ഒന്നും 7 അയലത്തിൽ ലണ്ടനിൽ എത്താൻ പോകുന്നില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലണ്ടനിൽ പോകുന്നത്. യെസ്, അതൊന്നും അവരെ അടുത്ത കോക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനടുത്ത് ഞാൻ ലാസ്റ്റ് അടിച്ചത് നാഷ്വിൽ ചിക്കൻ ആയിരുന്നു. ബട്ട് അഗൈൻ ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ. പൗൾട്രി ഈസ് വെരി ഗുഡ് ക്വാളിറ്റി. ഇവിടെ കുറെ പേര് ഭയങ്കര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഹോട്ട് ഡേവ് ചിക്കൻ. ഞാൻ കഴിച്ചു ലണ്ടനിൽ നിന്ന്. എൻ്റെ കസിന് എന്നോട് പറഞ്ഞു പോയി കഴിക്കുക. എനിക്കും ഇഷ്ടപ്പെട്ടില്ല അവിടുത്തത്, സത്യം പറഞ്ഞു. എനിക്ക് അവിടുത്തെ കേസാണ്. ഇല്ല, അവിടുത്തെയും എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വൗ. I think there is better fried chicken than Dave and all.
എന്റെ ഇതില് ഞാൻ ഇവിടെ കഴിച്ചത് നിങ്ങൾ കഴിച്ച് ദേവനായിരിക്കും, ദേവല്ലായിരിക്കും. മിക്കവാറും ദേവനായിരിക്കും. അതായിരിക്കും. ദേവൻ ഹോട്ട് ചിക്കൻ. ദേവൻ ഹോട്ട്. അത് നീ ടൈപ്പ് ചെയ്താൽ മതി വല്ലപ്പോഴൊക്കെ. അങ്ങനെ ലണ്ടൻ അങ്ങനെയാണ്. 1 മാസം നിന്നു, എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് സ്കോട്ട്ലൻഡ് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. പക്ഷെ കഴിഞ്ഞാണ് ഞാൻ പോയിരുന്നു സ്കോട്ട്ലൻഡ്. ഇറ്റ്സ് അനദർ ബ്യൂട്ടിഫുൾ. സ്കോട്ട്ലൻഡിൽ പോയില്ല? കഴിഞ്ഞാണ് പോയി. ഇത്തവണ എനിക്ക് പോകാൻ പറ്റിയില്ല, ബിക്കോസ് റാണിയ സുഖമില്ലാതെ കിടപ്പിലായി 7 ദിവസം. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ സമയമുണ്ടോ? സ്കോട്ട്ലൻഡിൽ പോകാൻ സമയമുണ്ടോ? എടാ എന്നാലും അങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. നല്ല നല്ല സ്ഥലത്ത് പോയി. ഞാൻ പറഞ്ഞല്ലോ, നല്ല ആൽമണ്ട് കോസ്റ്റ്. അല്ലേ, എന്താ റാണിയൊക്കെ പറ്റിയത്? കോവിഡ്. ഓ മറ്റേ സ്റ്റൊമക് അപ്സെറ്റ് അല്ല, സ്റ്റൊമക് അപ്സെറ്റ് ഇല്ല. ഒരാഴ്ച. അത് മാത്രല്ല കേട്ടോ, എസ്പെഷ്യലി ചോക്ലേറ്റ്. ഇപ്പൊ ഹാരിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ മേടിച്ചുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ മേടിച്ചുള്ളൂ. പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ കാശ് വെച്ചിട്ട് എനിക്ക് ലിഡിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, ലണ്ടനിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ലിഡിൽ, LIDL, ലിഡിൽ പോയ അവരുടെ തന്നെ ബ്രാൻഡ്സ് ഉണ്ട് ഇഷ്ടം പോലെ. വെരി ചീപ്പ്, £1, 70 pence. അതൊക്കെയാണ് ഞാൻ വീട്ടിൽ എൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും മേടിച്ചത് അവിടെ നിന്നാണ്. അത് എനിക്കൊരു 50 pounds ടോട്ടൽ ചിലവായത്. 4, 5, 6 ഫാമിലീസിന് എനിക്ക് വാങ്ങാൻ പറ്റും ഇത്രയും ചോക്ലേറ്റ്സ്. അടിപൊളി സാധനം. ക്വാളിറ്റി അതെന്താ ഇതിന് എടാ, ഇത് ക്വാളിറ്റി ഇല്ല ഇപ്പം. അല്ല അതും ഓക്കെ. അമ്മയ്ക്കും പെങ്ങൾക്കും കൊടുത്ത ലിഡിൽ ഒരു കാര്യം ചെയ്യാം, പേടിക്കണ്ട. ഞാൻ മാർച്ചിൽ ഒന്നും കൂടി ലണ്ടനിൽ പോകാം. അല്ല ഒന്നുമല്ല, ഞാൻ ശരിക്കും അത് മാനിഫെസ്റ്റേഷൻ ഭാഗമായിട്ട് വെച്ചാണ്. ബിക്കോസ് കഴിഞ്ഞ തവണ ഞാൻ പോയത് ശരിക്കും പറഞ്ഞ എൻ്റെ വൺ ഓഫ് ദ മെയിൻ അജണ്ട ആർസണലിന്റെ കളിയായിരുന്നു. ബിക്കോസ് ആർസണൽ ടോപ്പ് ഓഫ് ദി ലീഗ്. ഇത്തവണ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ് ആർസണൽ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആർസണലിലെ കളി കാണാൻ. പക്ഷെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ മെയിൽ അയച്ചു, ഞാൻ പലതും ചെയ്ത് നോക്കി, മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. ടിക്കറ്റ്സ് ആർ നോട്ട് അവൈലബിൾ. ഈ മാർച്ചിനേക്ക് വേണ്ടി ഞാൻ ടിക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ടിക്കറ്റ് എനിക്ക് ടിക്കറ്റില്ല. ലുക്ക്, ബ്ലാക്കിന് ടിക്കറ്റ് പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. ബ്ലാക്കിന് എന്താ ചിരിക്കുന്നത്? കോമഡിയാ. നേരത്തെ പറഞ്ഞ ബസ്സിന്റെ പരിപാടി നടക്കുമോ? മറ്റേത് അതെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ്. ലൈക്ക് £750, £500, £1000. നേരത്തെ പറഞ്ഞ ബസ്സിന്റെ പരിപാടി നടക്കുമോ? ഇല്ലല്ലേ. സ്വന്തം അമ്മയുടെ മോള്, സ്വന്തം അമ്മയുടെ മോള്, അപ്പച്ചിയുടെ മോള്, സ്വന്തം അപ്പച്ചിയുടെ മോള്. അതേപോലെ പറഞ്ഞാൽ മതി. വിളിച്ചിട്ട് ആർസനലാതെ വിളിച്ചിട്ട് അയ്യോ ഞാൻ മരിക്കും. ഒരു ടിക്കറ്റ് എനിക്ക് കിട്ടിയ എനിക്ക് ആ ഒരു ഇത് നഷ്ടപ്പെടണ്ട. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 2 പ്രാവശ്യം പോയി. സത്യമായിട്ട് അവിടെ നിൽക്കാനുള്ള ടിക്കറ്റ് തരൂല ഇല്ല. ആർസണൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു ഓപ്ഷൻ മാത്രം. നമ്മുടെ ഇന്ത്യയിലെ ഒരു ടിക്കറ്റ് കിട്ടുമല്ലോ. ഇത് കാണുന്ന ആരെങ്കിലും ഒരു ടിക്കറ്റ് ഞാൻ കാശ് തരാം. പക്ഷെ മറ്റേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന ടിക്കറ്റ്, മറ്റേ ഫ്ലൈറ്റിന്റെ കാശ് വയ്ക്കരുത്. എടാ ഒരു ടിക്കറ്റ് ഒന്ന് ഒപ്പിച്ചോടാ. ഒരു ടിക്കറ്റ് എനിക്ക് ഒരു ടിക്കറ്റ് ഞാൻ മാർച്ചില് സ്റ്റേഡിയത്തിൽ എത്ര പേരുണ്ട്? 65,000 ആണ് കപ്പാസിറ്റി. പ്രോബ്ലം ഓഫ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സ്പാനിഷ് പ്രീമിയർ ലീഗ് എന്നുള്ള എല്ലാ ലീഗ്സും നിങ്ങൾ ആ സൈഡ് യൂറോപ്യൻ കൺട്രീസ് നിങ്ങൾ ഇവിടെ തന്നെ എടുത്തു നോക്കിയോ. ഇപ്പം നമ്മുടെ ഈ ദുബായിൽ പല പ്രീമിയർ ലീഗ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സൗദി എസ്പെഷ്യലി, നിങ്ങൾ ആ ഹൈപ്പ് ഇതൊക്കെ നമുക്ക് നമ്മളിത് വെച്ചിട്ട് ഒപ്പിക്കാൻ പറ്റും. ഒരു ടിക്കറ്റ് ഒക്കെ കിട്ടും. അതെ അതെ. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് നാളെ മെസ്സി നാട്ടിൽ വന്നു വെച്ചോ, എനിക്ക് ഒരെണ്ണം അല്ല, നാട്ടിലൊക്കെ ഇത് നടക്കും നാട്ടിലോ. പക്ഷേ ദർ ഇസ് എ പ്രോപ്പർ ചാനൽ ഇൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഒരു ചാനൽ എന്ന് വെച്ചാൽ ഒന്നിക്കിൽ മെമ്പർ ആവുക, മെമ്പറായിട്ട് സീസണൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക. സീസണൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കളിക്കൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് പോവാം. പക്ഷേ നമ്മൾ മെമ്പറല്ല, നമുക്ക് സീസണൽ ടിക്കറ്റ്സ് നമ്മുടെ കയ്യിലില്ല. സീസണൽ ടിക്കറ്റ് ഉള്ള ഒരാൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പക്ഷെ എല്ലാം ബുക്ക്ഡാണ്, ഇപ്പം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ സീസണൽ പാസ് ഉള്ള ആൾക്കാർക്ക് പോലും ടിക്കറ്റ് ഇപ്പം കിട്ടുന്നില്ല. അതായത് ഒരു കളിക്കും കിട്ടുന്നില്ല. ബിക്കോസ് സ്റ്റേഡിയത്തിലെ എവറിത്തിങ് ഇസ് ബുക്ക്ഡ് ഓൺലി ആൻഡ് ഓൺലി ബിക്കോസ് ആർസണലിന്റെ ചാൻസസ് ഓഫ് വിന്നിങ് ദ ടൈറ്റിൽ കൂടുതലാണ് ഇത്തവണ. മനസ്സിലായോ?
ഇനി ഹോസ്പിറ്റാലിറ്റി അപ്പൊ മറ്റേ എതിർ പാർട്ടിയുടെ പോയി കാണും. അവിടെ പോയി കാണണം, പക്ഷെ അവിടെ സേഫ് അല്ല, അതുകൊണ്ടാണ്. ഇത് കിട്ടും, ഇത് It's not safe. ആർസനലിനെ കണ്ടാ പോരെ, ആർസനൽ ചെറിയ അത് പേടിയാണ് എനിക്ക്, ബിക്കോസ് അതൊരു എതിർ ടീമിന്റെ അവിടെ പോയി കാണുമ്പോൾ ഇറ്റ്സ് ലോട്ട് ഓഫ് റേസിസം, ലോട്ട് ഓഫ് തിങ്സ് ആർ ഗോയിങ് ഓൺ. അതൊക്കെ ഹൈ റിസ്ക് ആണ്. നമ്മളൊരു ലോട്ടിന്റെ കൂടെ തന്നെ പോകണം. ഒരു അല്ലല്ല, ഞാൻ പറഞ്ഞത് ആർസനൽ വെസസ് ഇന്ന ടീം ആയിരിക്കുമല്ലോ, ആ ഇന്ന ടീമിന്റെ കയറിയ പോരെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എപ്പോഴും നമ്മൾ ഈ EPL സീറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, 20% ഓക്യുപ്പൻസി മാത്രമാണ് എതിർ ടീമിന് കൊടുക്കൂ, 80% ഓക്യുപ്പൻസി ആ ഹോം ടീമിനെ കൊടുക്കൂ. അത് അങ്ങനെയാണ് എല്ലാവിടെയും. എല്ലാവരും നിങ്ങൾ നോക്കി അങ്ങനെയാ. നിങ്ങൾ നോക്കിയാൽ ഒരു സൈഡിൽ മാത്രമാണ് എതിർ ഫാൻസ് ഉണ്ടാവും, ഒരു സൈഡ്, ഒരു മൂലയ്ക്ക് മാത്രം. അതിന്റെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അത് അവിടെ തന്നെ നമുക്ക് അങ്ങനെയാണ്. അത് ഹോം ഗ്രൗണ്ടിന്റെ ഒരു ഇതായിരിക്കുമല്ലോ. അതെ, എല്ലാ ഹോം ഗ്രൗണ്ട്. ഇപ്പൊ ആർസനൽ വെച്ച് നടക്കുകയാണെങ്കിൽ 80% ആർസനൽ തന്നെയായിരിക്കും. മനസ്സ് വിചാരിച്ച F1 ടിക്കറ്റ് വരെ കിട്ടും. അതൊക്കെ കിട്ടും. ഇപ്പൊ എന്റെ വിഷയം, എനിക്ക് ആർസനൽ ഒരു ടിക്കറ്റ് വേണം. ഈ കാണുന്ന ആൾക്കാർ ആരെത്തെങ്കിലും ഹോസ്പിറ്റാലിറ്റി ത്രൂ ഒക്കെ എടുക്കാൻ നോക്കിയാൽ ഭയങ്കര പൈസയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സീസണൽ ടിക്കറ്റുള്ള ആള് എനിക്കൊരു ടിക്കറ്റ് തരാൻ റെഡി ആണെങ്കിൽ ഞാൻ മാർച്ചിൽ വന്നിരിക്കും. ആ ഒരു ആഗ്രഹം മാത്രമാണ് ഞാൻ അവിടെ ബാക്കി വെച്ച് തിരിച്ചു വന്നത്. അതെ, ആ കളി എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്കൊരു മാക്സിമം ട്രൈ ചെയ്യണം. യെസ്, ഞാൻ ആർസനലിന് ഒഫീഷ്യൽ മാർക്കറ്റിംഗ് അവർക്കൊക്കെ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്, ലിങ്ക്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആർസനൽ സ്റ്റേഡിയം കാണാൻ പോയിട്ടുണ്ട്. അതൊക്കെ ലിങ്ക് ഒക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ഞാൻ ടൊവിനോയുടെ സ്റ്റോറി ഉണ്ട്. ടൊവിനോ സ്റ്റോറി ലണ്ടനിൽ കണ്ടപ്പോൾ പുള്ളി അവിടെ മാനേജ് ചെയ്യുന്നത് എൻ്റെ ഒരു കസിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് മാനേജ് ചെയ്യുന്നത്, അഷ്റഫ് ഖാൻ എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഇവിടെ അത് മാത്രമല്ല, ടൊവിനോട് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ ദുബായിൽ. ഞാൻ പേര് പറയുന്നില്ല, പേര് ഇപ്പം നമുക്ക് വിളിച്ചു വെക്കാം. അതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റും, ഈസിയാണ്. സൊറബറയിൽ എന്തായാലും വരും. അവിടെ വരെ ഇവിടെ എത്തിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഇവിടെ ഒരു ക്ലോസ് ഫ്രണ്ട്, സ്കൂള് പഠിച്ചൊരു ഫ്രണ്ടാണ്. പുള്ളി ഇവിടെ ഉണ്ട്. അപ്പം പുള്ളി എൻ്റെ ഫോളോവറാണ്. എനിക്ക് മനസ്സിലായി ഫുഡ്. അപ്പം പുള്ളി ആണ് പുള്ളിയെ ഞാൻ മെസ്സേജ് അയച്ചപ്പം പുള്ളിയും വിളിച്ചു പറഞ്ഞു, ടൊവിനോനെ വിളിച്ചു പറഞ്ഞു. അപ്പം ടൊവിനോ അന്ന് ഫാമിലി ആയതുകൊണ്ട് ആർക്കും ആക്സസ് കൊടുക്കുന്നില്ല. അന്ന് നമുക്ക് ആക്സസ് തന്നു. നമ്മൾ ഒരു 5-10 മിനിറ്റ് സംസാരിച്ചു. ഞങ്ങൾ റീജൻ സ്ട്രീറ്റിൽ കുറച്ച് നേരം പുള്ളിയോടൊപ്പം നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. നടന്നു, ഫോട്ടോ എടുത്തു, പിരിഞ്ഞു. അത് ക്രിസ്മസ് ദിനത്തിനാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഒരു ട്രാവൽ ഫ്രീക്കാണ് കേട്ടോ. അതും ഫാമിലി ടൈം തന്നെയാണ്. അവിടുത്തെ ഒരു ഫ്രണ്ട്സിനും അവർ ആക്സസ് അങ്ങനെ കൊടുത്തിട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം ടൊവിനോട് കൂടെയുള്ള ഫോട്ടോ കണ്ടതിന് ശേഷം എന്നെ യൂസഫ് കെയുടെ വിളിച്ചു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് വാട്സാപ്പിൽ കോൾ ചെയ്യല്ലോ. അവിടെ വാട്സാപ്പിൽ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇവിടെ ഉണ്ട്, നീ പറയണ്ടേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നീ എഡ്ജ്വെയർ ഭാഗത്തൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ മോനും സിക്രാനും അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട്. ആ പുള്ളി പറഞ്ഞു, നീ ഇവിടെ എത്തുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ഇങ്ങനെ എത്തി. ഞാൻ പുള്ളിയെ വെറുതെ വിളിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അവിടെ ഒരു പച്ച കളർ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടിപൊളി റേഞ്ച് റോവർ പച്ച കളർ ആൻഡ് MYI അങ്ങനെ എന്തോ നമ്പർ പ്ലേറ്റ്. അവിടെ പേര് ലെറ്റേഴ്സ് ആണ്, എഴുതാൻ പറ്റും നമുക്ക്. അങ്ങനെയാണ് അവിടെ നമ്പർ പ്ലേറ്റ്സ്. പുള്ളി അവിടെ ഉണ്ട്, വേണേ കണ്ടോ. പുള്ളി അവിടെ ഉണ്ട്, വേണേ കണ്ടോ. പുള്ളി ഇറങ്ങി വരികയാണ്, ഇങ്ങനെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. അങ്ങനെ ഞാൻ പുള്ളി അടുത്ത് പോയി. കാശാ എന്തിന് പുള്ളി അതല്ല, പക്ഷെ പുള്ളി വെരി ഒരു കിഡ് ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ചാൽ പുള്ളി എന്നോട് സംസാരിക്കുക എന്നോട് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകനാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. വാ ഫോട്ടോ എടുക്കാമല്ലോ, വാ. എവിടെയാണ് ഞാൻ ദുബൈയിലാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ പുള്ളിയുടെ ഒരു സെക്രട്ടറി ഉണ്ട് അവിടുത്തെ, ഫസൽക്ക നമ്മളെ കാര്യമായ ആളാണ്. ഞാനൊക്കെ എറണാകുളത്തുള്ള സമയത്ത് പുള്ളിയെ നന്നായിട്ട് അറിയാം. അപ്പം പിന്നെ പുള്ളി എന്നോട് പുള്ളി നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ട്. പുള്ളി എന്നോട് വാട്സാപ്പ് ചെയ്യാൻ പറഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പം പുള്ളിക്ക് അത് കാണണം. അങ്ങനെ വേറൊരു അറബി ഉണ്ട് ബാഗിൽ, പുള്ളിയും ഫോട്ടോ എടുത്ത്. ആ ഫോട്ടോ പുള്ളി എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു.
ആ ഫോട്ടോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ ആ പോസ്റ്റ് എനിക്ക് യൂസഫ് കട സെക്രട്ടറി എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നാണ്. നല്ല നല്ല അത് പ്രൊഫഷണൽ ക്യാമറ എടുത്ത സാധനമാണ്. അത് പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിക്കും, നമ്മളവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു അറബി എടുത്താണ്. അങ്ങനെ കാശ് വയ്ക്കായിരുന്നു. അല്ല നിങ്ങളെ അറിയാം, ഒരു പണക്കാരനെ കാണുമ്പോൾ നമ്മൾ കാശ് വയ്ക്കണം, അതാണ് അതിന്റെ ഒരു മര്യാദ. അങ്ങനെ അറിയുന്നത് കാണുന്നുണ്ട് ഇവിടെ ഫുഡ് ബ്ലോഗ് ഞാൻ കാണുന്നുണ്ട്. ഇല്ല, ഞാൻ എന്നെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് പോലും ചെയ്തിട്ടില്ല. ഞാനൊരു ഫുഡ് ബ്ലോഗ് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ദുബായിൽ നിന്നാണ്. ചെറുപ്രായം തൊട്ട് സ്കൂള് തൊട്ടേ പുള്ളി അൽഫല പ്ലാസ എന്നുണ്ട് പുള്ളി ആദ്യത്തെ കട. അതല്ല, ആദ്യത്തെ അൽഫല പ്ലാസ എന്നൊരു പേരിട്ട കട. അത് ഷാർജയിലായിരുന്നു. നമ്മൾ കൂടുതൽ അവിടെയായിരുന്നു പോകാറ്. ബിക്കോസ് ആദ്യം കിസേസ് ലുലുലായിരുന്നു, അവിടെ ഇവിടം വരെ വരണം. പക്ഷെ അതിനുശേഷം പിന്നെ അൽഫല പ്ലാസ ഷാർജയിലെ മെയിൻ നിത്യാത്രൂളിൽ ഒന്നുകൊണ്ട് ഞങ്ങൾ. അപ്പോൾ ഞാൻ പുള്ളി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അൽഫല പ്ലാസ തൊട്ട് നമ്മൾ ലുലുന്ന് മേടിക്കുന്നതാണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ ചക്കയാ മാങ്ങിയ തേങ്ങയാതെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പ്രൊമോഷൻ ചെയ്തോണ്ട് പറഞ്ഞോടായിരുന്നു. നിങ്ങൾ മിസ്റ്റർ ബീസ്റ്റിനെ കണ്ടാൽ നിങ്ങൾ കാശ് വയ്ക്കൂലേ? മിസ്റ്റർ ബീസ്റ്റിനാ എന്തിന്? നമുക്ക് വെറുതെ കാശ് കൊടുക്കും. പുള്ളിയും വെറുതെ കാശ് കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. മിസ്റ്റർ ബീസിന്റെ കാശ് കൊണ്ട് എന്ത് ചെയ്യാനാ? മിസ്റ്റർ ബീസിന് ഇപ്പൊ എന്തൊക്കെയോ വീഡിയോ കാണുന്നത്. അയാൾ മറ്റേ ബാങ്ക്രപ്സി ഒക്കെ ചെയ്തേക്കുന്നത്. അതെയാ, തട്ടിപ്പാണ്. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് പോവല്ലേ ഷേ ഗാനയില്, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ. സുബിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിയായിട്ട് ഗാനയിൽ പോകുന്നുണ്ട്. ഒരുപാട് പേര് 10ഓളം ക്രിയേറ്റേഴ്സുമായിട്ടാണ് മിസ്റ്റർ ബീസ്റ്റ് പോകുന്നത്. ഗാനയിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ. നൊമാഡിനെയൊക്കെ വിളിച്ചതാണ്, പക്ഷെ നൊമാഡിനെ ഒന്ന് ബിസി ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മാത്രം മിസ്റ്റർ ബീസ്റ്റ് പേഴ്സണലി നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു നൊമാഡിനെ കിട്ടും. അല്ല, എന്റെ അടുത്ത് അവർ അങ്ങനല്ല ചോദിച്ചത്. ഷാസ് ഉണ്ടെങ്കിൽ നീ കൂടെ വരാനാ പറഞ്ഞത്. അങ്ങനെയല്ല എന്റെ അടുത്ത് പറഞ്ഞത് ഷസാം വന്നില്ലെങ്കിലും നൊമാഡു നീ ഷസാം ഉണ്ടെങ്കിൽ നീ കൂടെ കയറി വാ, ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്, അവന് വലിയ എടുക്കുന്ന ചാട, അവൻ എന്തോ ഷൂട്ട് ഉണ്ടെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പുള്ളി അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് ചാടയാണ് നൊമാഡിന്, പുള്ളിക്ക് നിൽക്കാൻ പോലും സമയമില്ല. അപ്പൊ ഫുൾ ടൈം ഇപ്പൊ നാളെ മലേഷ്യ പോവുകയാണ് പുള്ളി. മലേഷ്യ, അത് കഴിഞ്ഞ റഷ്യ, ഇങ്ങനെ ഓരോടത്ത് പറഞ്ഞു നടക്കുകയാണ്. തുർക്കി ഉണ്ടായിരുന്നു. തുർക്കി ഓർമ്മിപ്പിക്കല്ലേ, തുർക്കി പോട്ട് മൊറോക്കോ വരെ ക്യാൻസലായി. അത് ഇവിടെ എവിടെയെങ്കിലും മൊറോക്കൻ പാത്തെടുത്താൽ മതി, കുഴപ്പമില്ല. ഒരു കുളിർമ മൊറോക്കൻ പാത്തെടുത്തോ വരുന്ന വഴിക്ക്. പക്ഷേ നല്ല ഗ്ലാസ് ഇപ്പഴും നേരിട്ട് ആദ്യമായിട്ട് ഇന്ന് കാണുന്നത്. ഇത് എംപോറി അർമാണി. ആദ്യമായിട്ട് നീ ഗ്ലാസ് ഊരണം, അപ്പൊ കാണുമല്ലോ. അല്ല, യൂഷ്വലി നിങ്ങളൊക്കെ ഗ്ലാസ് വെച്ചോണ്ടാണ്, അതുകൊണ്ടാണ് ഞാനും വെച്ചത്. അല്ല, എന്റെ ജെന്റൽ മോൺസ്റ്റർ ലണ്ടനിൽ വെച്ച് കളഞ്ഞിട്ടില്ല, ലണ്ടനിൽ വെച്ച് മറന്നുപോയി. ആരെങ്കിലും ഒപ്പിച്ചിട്ട് വേണം അത് പോയിട്ട് എടുത്തിട്ട് തിരിച്ചു വരാൻ. അല്ല, അത് കിട്ടിയാ? അല്ല, അതെന്റെ കസിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. നിന്നെ പോലെ അല്ലടാ, വാങ്ങിച്ചു തന്നതിന് ബഹുമാനം കൊടുക്കാതെ കൊണ്ട് കളയണ പരിപാടിയല്ല പുള്ളി വീട്ടില് മറന്നു വെച്ചു. ഇത് ഇനി ഇങ്ങാരുടെ ഫോളോവേഴ്സ് അറിയാത്ത ആരും എല്ലാരും ചോദിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗ്ലാസ് ഇവൻ കൊണ്ട് കളഞ്ഞു. ഇത് പുതിയതാവാ, അവന്റെ കാശ് മുടക്കി മേടിച്ച് തരാം. ഞങ്ങൾക്ക് വേണ്ട. എനിക്കെന്തിനു മേടിച്ചു തരുന്നത്? നീ നിനക്ക് മേടിച്ചു തന്ന വാല്യുബിൾ ആയിട്ട് കൊണ്ട് നടക്കേണ്ട 1950 കുറെ ആരോട് പറഞ്ഞു. 1950 കുറെ ആരോട് കാശിന്റെ വിലയില്ലേ ഞാൻ മേടിച്ചു. ഓ അങ്ങനായോ? ഞാൻ മേടിച്ചു. അല്ല, ഈ യവൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്റെ ഇതെന്നറിയോ, എവിടെ കഴിഞ്ഞ മാസം ഫുൾ ബിസി ആയിരുന്നു. ഡിസംബറില് 3 നേരവും വീഡിയോ ചെയ്യാൻ പോയെന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. രാവിലെ വീഡിയോ, ലണ്ടനില് പോയപ്പോഴത്തേക്ക് ഒരുത്തന് ഇവിടെ അമ്മാനെ മാടയാണ്. പാവങ്ങള് ജീവിച്ചു പോട്ടെ. അതാണ്. പക്ഷെ നല്ല അത്യാവശ്യം ഈ ഇത്ര നാളിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഇന്ന് വന്ന സാധനമാണ്. അത് അടിപൊളിയാട്ടോ. അത് എനിക്ക് ഭയങ്കര ആരും അങ്ങനെ ഒരു തിങ്ക് പോലും ചെയ്തിട്ടില്ല. സൂപ്പർ. അതൊരു ഞാൻ അപ്പോഴേ അവിടെ അത് അവര് ഓക്കെയാണോ? അവർ ഓക്കെ മാനേജർ എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാരും പെർഫെക്റ്റ് എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ വേണ്ട, അത് പിന്നെ പറയാൻ പറ്റത്തില്ല. അടി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ. ഇവരുടെ എന്ത് എനർജിയാണ്. പിന്നെ കടയിലൊക്കെ ആൾക്കാർ അപ്പോഴേ ഇറങ്ങിപ്പോവും. എന്റെ അമ്മച്ചി, എന്റെ പൊന്നു ബ്രോ, ആ കടയിലെ സാധനം എല്ലാം ലിറ്ററലി മറിച്ചിട്ട്. അതെ, നല്ലതാ. അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ലതാ. സ്റ്റാഫുകളൊക്കെ ഒരു എനർജി കൊടുക്കും. പൊട്ടിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കൂ. എവിടെ പൈസ കൊടുക്കുന്ന ബ്രോ? ആര് പൈസ കൊടുക്കാന്? വൻ സീനാട്ടോ. ഞാൻ പക്ഷെ ഭയങ്കര എനർജിയാ. പക്ഷെ ആ എനർജിയിൽ എന്നോടൊന്നും പറ്റത്തില്ല. അല്ല, ആ എനർജി എന്നെക്കൊണ്ടും പറ്റൂല. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അസറൻസ് ഇന്നലെ അജ്മാലില് 8ാമത്തെ ഷോറൂം ഓപ്പൺ ആക്കി.
ആ അവര് തുടങ്ങട്ടെ. അല്ല ഞാൻ പറഞ്ഞതാ. അതിന് അവിടെ അത് പ്രൊമോട്ട് ചെയ്ത അല്ലല്ല, ഇങ്ങനെ 2 പെർഫ്യൂം ഞാൻ പറഞ്ഞതാ. ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു പവർ പറഞ്ഞതാ. എല്ലാരും പറയും ഇൻഫ്ലുവൻസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പുള്ളി 4 താഴേന്ന് വന്നിട്ട് ഇപ്പൊ ഒരു ഓണ്ടർപ്രണറായി. പക്ഷെ അത് സമ്മതിക്കണം. അതായത് പുള്ളിയുടെ സാധനമാണെന്ന് പറഞ്ഞിട്ട് വരെ ആൾക്കാർ അത് മേടിക്കണമെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി സംതിങ്. എത്ര ഹേറ്റ് പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളിപ്പോ മിനിഞ്ഞാന്ന് ബിരിയാണി ഇട്ടു, അത് അടിച്ചു കയറിപ്പോയി. മറ്റേതാ എന്നെ കൊതിപ്പിച്ച സാധനം. ആ ബിരിയാണി അടിച്ചു കയറിപ്പോയി. ആ ബിരിയാണി ഫഹീമിനെ കൊണ്ടുപോയി. ഏത് അത് ബബ്ബയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞാണ്. നടക്കില്ല മോനെ. എന്നിട്ട് പറയണു കയ്യിലെ മണമൊക്കെ കണ്ടാ ഇനി ക്യാരി ഓൺ. അല്ല അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അകത്തും അതിൻ്റെ നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പുള്ളിക്ക് ആ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് പുള്ളിക്ക് ഊർജ്ജം കിട്ടിയിട്ടുള്ളൂ. അത് സമ്മതിക്കണം. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ തന്നെ ഒരു ടീഷർട്ട് ഇറക്കിയപ്പോ അയ്യോ 400 രൂപ ടീഷർട്ടും കൊണ്ടാ വന്നേക്കണ പൈസ ഉണ്ടാക്കാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ നിൽക്കുമ്പോ പുള്ളി വന്ന് അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് പറഞ്ഞു. ദാറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ഷസാം ബ്രോയോ സുബിനോളജി എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെയല്ല പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്തത്. അത്രയും വേസ്റ്റ് ആയിട്ട് പുള്ളിയെ ഒഴിവാക്കിയത് ആൾക്കാർ. എന്നിട്ട് അവിടുന്ന് കയറി ഇറങ്ങി ഞാനൊക്കെ തളർന്നു. അപ്പൊ അത് ഒന്നെങ്കിൽ ആ പ്രോഡക്റ്റ് അത്ര നല്ലതായിരിക്കണം. എന്നോടൊന്നും പറ്റത്തില്ല. അത്രയും കയറി ഞാൻ വിഷമിച്ചു പോയി. ഏത് അങ്ങനെ കളിയാക്കിയല്ലേ സിനിമയെ വരെ വന്നങ്ങാറ ട്രോള്. അതൊരു അഭിമാനമല്ലേടാ. അഭിമാനമാണെങ്കിൽ ഒരു പോയിന്റില് ബ്രോ പുള്ളി അങ്ങനെയാ ചിന്തിക്കുന്നത്. അതിപ്പോ നീ ഇപ്പൊ ഇന്നലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നില്ല അഭിമാനത്തോടെ അവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ല അവർക്കതൊരു പ്രശ്നമില്ലാത്ത. അല്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആ പെർഫ്യൂം അത്ര നല്ലതായത് കൊണ്ടാവാം. അതെ നല്ലതാണ് അങ്ങനെ ഒരു ഇത് ആയിരിക്കാം. ബ്രോ ഒരു പെർഫ്യൂം ഞാൻ സ്മെല് ചെയ്ത് നോക്കി, നല്ല കേട്ടോ. ഏത് നല്ല പ്രമോഷൻ തരണേ. പക്ഷേ സുബിനോളജിയിലെ 2 പെർഫ്യൂം വന്നിട്ടുണ്ട്. സയാനും നൈറ്റ് എന്തിനായിരുന്നു, വയലറ്റ് ജമാനി, വയലറ്റ് ജമാനി, കൻസ്. നമ്മൾ 2 സാധനം കൂടി എഡിഷൻ വരുന്നുണ്ട്. ആ 2 എന്റെ ഉമ്മ മാറി അടിച്ചു. ഓൺ ബ്രാൻഡാ? അതെ, ഓൺ ബ്രാൻഡ് അല്ല, നമ്മൾ അംബാസിഡർ ആണെന്ന് ഇപ്പൊ തൽക്കാലം പറയാം. നീ തുടങ്ങടാ പെർഫ്യൂമോ? നല്ല പേര്, നല്ല. ഞാൻ ഇറക്കുവന്നെങ്കിൽ നിങ്ങളുടെ പേരിലൊക്കെ ഇറക്കൂ. ഷസാം സുബിനോളജി. ഷസാമിന്റെ സ്മെല്ലുമായി വന്നിരിക്കുന്നുണ്ട് മാറ്റിയൻ. ഷസാമിന്റെ സ്മെല്ലുമായി വന്നിരിക്കുന്നു. എന്താണോ നീ ഷസാമിന്റെ മേത്ത് ഒരച്ചിട്ട് നോക്കിയോ? എന്നാല് വേറൊരു കേസുണ്ട്, യാസിന്റെ കല്യാണത്തിന് വന്നില്ല. അല്ല അതുകൊണ്ടാണോ കണ്ടല്ലേ കഥ പറഞ്ഞത്. എടാ ഇത്രയും കഥ. അയ്യോ അത് വെറ്റി, നിങ്ങൾ വരാതിരിക്കണോ? ഒരുത്തേ അന്ന് തലേ ദിവസം എന്തോ വരെയാണേ കല്യാണത്തിന് വന്നിട്ട് മഞ്ഞ ടീഷർട്ട്, അതായത് മറ്റേ ബീഗിൾ ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട് പണ്ട് കാർട്ടൂണിൽ, അതേപോലത്തെ മഞ്ഞയില് കറുത്ത വെള്ള വരെ പച്ച വരെയുള്ള ടീഷർട്ടും ഒരു ബാഗി ബാൻസ് ഇട്ടുകൊണ്ട് വന്നിട്ട് പറയണേ ഫ്രണ്ടിന്റെ കല്യാണം. എന്നിട്ട് പറഞ്ഞു രാവിലെ എന്നിട്ട് പറയണം നമുക്ക് പോണ വഴിക്ക് ഷർട്ട് അടിക്കാന്ന്. എന്നിട്ട് ഒരു കൂതറ ടെക്സ്റ്റൈൽസിൽ കൊണ്ട് നിർത്തി ഒരു കറുത്ത ഷർട്ട് മേടിച്ചിട്ടാണ് അവിടെ. അത് നമ്മളെത്തി, ഇവ ഉറങ്ങണം അവിടെ. ഉറക്കം എണീച്ച പറഞ്ഞു ബ്രോ എനിക്ക് ഇതിട്ടോണ്ട് വരാൻ പറ്റൂല. അവസാനം അവിടെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോയി തുണിക്കട തപ്പിയെടുത്ത് ഇവനൊരു ഷർട്ട് മേടിച്ചു. ഇതിനേക്കാളും വലിയ ഡ്രാമയായിരുന്നു ഇവിടെ ഉള്ളപ്പം. അവിടെ എത്തിയതല്ലോ, എത്തിയതിന്റെ മുന്നേ അവന്റെ ഡയലോഗ് കേൾക്കണമായിരുന്നു. എനിക്ക് സമയമില്ല, എനിക്ക് അത്രയും പ്രൊമോഷനാണ്, എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ കുറെ പ്രൊമോഷൻസ് ആസറല്ലേ അവനൊക്കെ മനസ്സിലാവുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു ദിവസത്തിന് ഞാൻ ചാർട്ടർ ചെയ്ത് ഞാൻ പോയോ 2 ദിവസം നിന്നെ അയച്ചടാ ഞാൻ. നിങ്ങൾ അയച്ചണോ? നിങ്ങൾ അയച്ചു അവിടെ പോയി ലണ്ടനിൽ പോയി ബർഗർ. ഞാൻ യാസറിന്റെ അടുത്ത് പറഞ്ഞാണ് എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ ലണ്ടൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ നിന്റെ കല്യാണത്തിന് വരണം. അവൻ പറഞ്ഞു ബ്രോ ഞാൻ വേണേ ഒന്നുകൂടി കെട്ടാം, കുഴപ്പമില്ല, നിങ്ങൾ രണ്ടിലും പോകുന്നു. അല്ലല്ല അവനാണ് ചിലപ്പോ അങ്ങനെ പറഞ്ഞാണ് ഒന്നും കൂടെ കെട്ടാന്ന്. അവൻ പറഞ്ഞാണ് ബ്രോ ഒന്നും കൂടെ കെട്ടാം, കുഴപ്പമില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ കേട്ടു. പയ്യ അടിച്ചു വിളിക്കണം, കാറൊക്കെ എടുത്തിട്ട് പൊറ തന്നെ അവിടെ കാലിക്കട്ട് പോയി തീ കത്തിച്ചിട്ട് പോലീസുകാരന്മാരൊക്കെ വന്ന് റൗണ്ട് നമ്മുടെ ഇവിടുത്തെ വണ്ടിയല്ലേ. ലൈസൻസ് ഇല്ലാത്തവനാണ് ഈ കാര്യമൊക്കെ പറയുന്നത്. ലൈസൻസ് ട്രൈ ചെയ്ത് 2 വണ്ടിയുണ്ട് വീട്ടിൽ, പക്ഷെ ലൈസൻസ് ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്നെ ബിഗ് ബോസിൽ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് എനിക്ക് ഈ വീഡിയോയിൽ കമന്റ് അവര് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിഗ് ബോസ് അവിടെ ഇരിക്കണവന്മാര് സെലക്ട് ചെയ്യണം. പക്ഷെ
പക്ഷെ നമ്മള് ഞാൻ പ്രൊഫൈൽ അയച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയുള്ള സകല കളികൾ നീ ഇതിന്റെ അകത്ത് കോപ്രായങ്ങൾ നീ കയറി കളി. ഇല്ല അതിൽ ആരും പറഞ്ഞോളൂ ഞങ്ങൾ ബിഗ് ബോസിൽ അല്ല, ഇവൻ ബിഗ് ബോസിൽ കാരണം എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകണം. ആ കോൺട്രവേഴ്സിയാണ് അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇറങ്ങാൻ പോകുന്നതിന്റെ കോൺട്രവേഴ്സിയാ. അടി ഉണ്ടാക്കി നിങ്ങളുടെ അടി ഉണ്ടാക്കിയാൽ പോരാ, നമുക്ക് അടി ഉണ്ടാക്കിയല്ലോ. ഇല്ല, അത് വർക്കാവൂല. ഇല്ല, അത് ഞാൻ ഇത് ചെയ്യണമല്ല, ഞാൻ ചെയ്യൂല. ഞാൻ നമ്മൾ ഈ പട്ടി പൂച്ച എടുത്തൊക്കെ ഈ പറഞ്ഞു പാടാൻ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം, അതായത് ഒരു ചർച്ച, അതായത് നാട്ടുകാർ കാണണം, ഓ ഇത് അവനല്ലേ മറ്റവനുമായിട്ട് അടി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇങ്ങനത്തെ രൂപത്തരം കാണിച്ചെന്ന് പറയണം. ഞാൻ അവിടെ പോയി എനിക്കൊരു ചാൻസ് തന്നാൽ മതി. പക്ഷേ നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ ബിഗ് ബോസിൽ പോണോ വേണ്ടോ, നമുക്ക് നോക്കാം. അതിപ്പോ നീ തന്നെ ഒരു 10 ആൾ ഇറക്കിയില്ലേ കമന്റ് ചെയ്യാൻ? നീ എന്താ ഇറക്കാ? നീ 10 പേര് ഇറക്കും. പറയുമ്പോൾ നൊമാഡിന്റെ വേറൊരു പോഡ്കാസ്റ്റ് വരുന്നുണ്ട് ഗൈസ്, അതെവിടെ ചെയ്യണത്? അതിപ്പോ ഷൂട്ട് ചെയ്തിട്ട് 1 മാസമായി. 1 മാസമാ? മറ്റേ എന്തൊക്കെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ്. അപ്പൊ ആയിക്കൊണ്ടിരിക്കും ഞാൻ, എന്ത് ചെയ്യാനാ. പക്ഷെ എല്ലാരും എവിടെ ചെന്നാലും ചോദ്യം ഇങ്ങനെ, ഷസാമില്ലേ, സുബിനോളജില്ലേ? കുറച്ചില്ല, എന്നെ ആർക്കും വേണ്ട. എന്നെ എല്ലാവർക്കും ഷസാമിനെ സുബിനോളജിയോ മതി, എന്നെ ആർക്കും വേണ്ട. നാട്ടിൽ പോയപ്പോഴും ഞാൻ പോകുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട്. നാട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും ട്രിവാൻഡ്രത്ത്. 2 പയ്യന്മാർ ഇങ്ങനെ നിന്നിട്ട് ഹായ് നൊമാഡിയൻ ബ്രോ, ഞാൻ പറഞ്ഞു ഹായ് ഷസാം എവിടെ, ഞാൻ പറഞ്ഞു അല്ല നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല ലണ്ടനിൽ പോയപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ ഷസാം നമ്മുടെ ആ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷേ ദുബായിയുടെ ഫോളോവേഴ്സ് പോലത്തെ ജാട ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അയ്യോ നല്ല ജാടയുണ്ട്. അതായത് മറ്റേ നമ്മുടെ ഫോളോവർ ജാട ഇല്ലേ, നമ്മളറിയാം. പക്ഷെ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത് എന്തുകൊണ്ടാ, ഞാൻ സംഭവമാണ് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇവിടെ ദുബായിലും വലിയൊരു സംഭവം അതാ. നമുക്ക് ആ തരുന്ന സ്നേഹമുണ്ടല്ലോ, ദുബായിലും ഉണ്ട്, ലണ്ടനിലും ആ സാധനമുണ്ട്. ബിക്കോസ് ലണ്ടനിലൊക്കെ ട്രാഫൽഗാർ സ്ക്വയറിലൊക്കെ ഞാൻ അവിടെ ഭക്ഷണം ഇങ്ങനെ പുറത്ത് നിന്ന് കഴിക്കുമ്പോൾ തന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞുള്ള ഏറ്റവും ചെറിയെന്നറിയോ, വീഡിയോ കാണണല്ലോ ചീർത്താണല്ലോ ഇരിക്കണം. എനിക്കത് കേൾക്കുമ്പോ വരണ ഇവന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കട്ടെടുത്തോണ്ട് കളർ മാറിയല്ലോ, തല ഇന്നലെ ഇതായിരുന്നില്ലല്ലോ. അതല്ല നിങ്ങൾ പറഞ്ഞ വല്ല കോൺട്രവേഴ്സി ശ്രദ്ധ കൊണ്ടുവരാ, അതിനുവേണ്ടി എല്ലാം കളിക്കുകയാണ്. എന്നെ വീഡിയോയിൽ കണ്ടിട്ട് ആൾക്കാർ നേട്ടോ, ചെറിയ പയ്യനല്ലേ, ചെറുതല്ലേ, വലുതായിട്ട് തോന്നുന്നു, ചെറുതല്ലേ, ഇച്ചിരി ഉള്ളല്ലേ, ഇങ്ങനെയൊക്കെ പറയാം ആൾക്കാർ. ചെറുതല്ലേ, വീഡിയോ കാണുമ്പോൾ വലുതായിട്ട് തോന്നുമല്ലോ. അല്ല, അത് ഇവിടത്തെ ഉള്ളൊരു ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓൾസോ. പിന്നെ അവിടെ വ്ളോഗേഴ്സ് ഇല്ല കേട്ടോ, കുറവാ അവിടെ യുകെയിൽ. പക്ഷെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നൊരു സാധനം അവിടെ വ്യാപകമായിട്ടില്ല. പക്ഷെ അവിടെ ഉള്ളവർ കിടിലങ്ങളാ. ഇല്ല അങ്ങനത്തെ ഒന്നും അങ്ങനെയൊക്കെ എന്നുവെച്ചാല് അവിടെ ഒരു വ്ളോഗിങ്ങിന് ഒരു പെയ്ഡ് ഭയങ്കര പേയ്മെന്റോ കാര്യങ്ങളോ ഇവിടെ UAE പോലെ അങ്ങനെ ഒരു ലൈഫ് അവിടെ ഇല്ല. അവിടെ എന്ന് വെച്ചാൽ ബാർട്ടർ കൊളാബ്സ് ആണ് കൂടുതൽ. റെസ്റ്റോറൻറ്റ്സ് ആയാലും എല്ലാം തരാൻ റെഡിയാണ്, സർവീസ് തരാൻ റെഡിയാണ്, അങ്ങനെയൊക്കെ റെഡിയാണ്. പക്ഷെ ഈ പെയ്ഡ് കൊളാബ്സ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഹലോ മറ്റേ നടത്തി പറഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ മുതലാളി വന്ന് 2 വാക്ക് സംസാരിക്കും. എനിക്ക് പെയ്ഡ് കൊളാബ്സ് വന്നാണ് ഞാൻ എടുത്തില്ല. ബിക്കോസ് ആ കൊണാപ്പനല്ലേ ആ വീഡിയോ സമയത്ത് അയക്കില്ല. അപ്പൊ എനിക്ക് തലവേദനയാണ്, ഇതൊക്കെ ഒരു സ്ട്രെസ്സാണ്. നീ കാരണം പുള്ളി 2-3 കൊളാബ് പോയി കേട്ടോ. കൊളാബ് എടുക്കുന്ന എന്റെ ഏറ്റവും വലിയൊരു ഘടകമായി. ഞാൻ ലണ്ടനിൽ പോയത് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, സ്ട്രെസ് കളയാൻ വേണ്ടി, അവിടെ വെക്കാൻ വേണ്ടിയാ. അപ്പൊ ഈ കൊളാബ് ചെയ്ത് അറിയാലോ, ഭയങ്കര സ്ട്രെസ്സാണ്, ഒരു അൺവാണ്ടഡ് സ്ട്രെസ്സാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല, എന്റെ ഇഷ്ടത്തിന്. അതുകൊണ്ട് ഡിസംബറിൽ എനിക്ക് സ്ട്രെസ് ഇല്ലായിരുന്നു, നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സുഖമായിരുന്നു. കുറച്ച് കൊയ്ത് അത് എനിക്ക് സ്ട്രെസ്സായിടാ. ജാനുവരി എന്റെ എല്ലാം തൂത്തുവാരി കൊണ്ടുപോയി അവൻ. ജാനുവരി വല്ലാട്ടില്ലായിരുന്നു, ഈ മാസം ഉണ്ട്, ഫെബ്രുവരിയിലുണ്ട് അത്യാവശ്യം. എനിക്കില്ല. അതല്ലേ എല്ലാം റൊമാനിയൻ തൂത്തുവാരി കൊണ്ടുപോയി. അവന്റെ കഴിയുമ്പോ നമ്മൾ ഓർക്കണേ എല്ലാവരും. ലീഡിങ് ബ്ലോഗർ നിങ്ങൾ പറഞ്ഞ ശരി, അപ്കമിങ് ടെറർ ആയിക്കൊണ്ടിരിക്കട്ടെ. കണ്ടു കിട്ടില്ല അടിപൊളി. പക്ഷെ ക്യാമിയോ പോയി. സൂപ്പർ. നിങ്ങൾക്ക് എന്താണ് ക്യാമിയെ പറ്റി പറയാനുള്ളത്? ക്യാമിയോ
വയ്യായത്തല്ല, പുള്ളിയുടെ ആ ഒരു മനസ്സവിടെ ഇല്ലായിരുന്നു. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അല്ലാതെ അത് ഫിസിക്കലി അൺഫിറ്റോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അതിൻ്റെ അകത്തില്ല. പുള്ളി മുൻകൂർ ജാമ്യം എടുത്തു. ഒന്നുമില്ല. അത് ഞാൻ കണ്ട്. അത് സ്മാർട്ട് മൂവ് ആയിരുന്നു. സ്മാർട്ട് മൂവ് ആയിരുന്നു. ഇതിന്റെ പോരായ്മകളോ എന്തുണ്ടെങ്കിലും എന്റെ അവരെന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു. അല്ല, എന്നാലും പുള്ളി അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് പുള്ളിയുടെ സ്റ്റൈലിൽ എങ്ങനെയെങ്കിലും ചെയ്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ കൊണ്ടുവരും. നല്ലപോലെ ഒന്നുമില്ല. അവിടെ ഇപ്പം ബിഗ് ബീഡ് ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? ഒരു പഴയ വസ്ത്രം ഇട്ടിട്ട് ഒന്നാമത് ആ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ആളെ മമ്മൂക്കാനെ ഇങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത്? അപ്പൊ അതൊക്കെയാണ് ചില. ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് പെർസ്പെക്റ്റീവ്. അതായത് പുള്ളി പറയണ പോലെ ആ ക്യാരക്ടർ ഒരു കൊച്ചിക്കാരനാണ്. അപ്പൊ പുള്ളി ഒരു കൊച്ചി സ്ലാങ് ഉള്ള ഒരാളാണ്. അത് പഴയ കൊച്ചി സ്ലാങ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു പടം എടുക്കുമ്പോൾ നമ്മളൊരു അണ്ടർടേക്കർ ലെവലിൽ പുള്ളിയെ കൊണ്ടുവരുമ്പോൾ അത് അണ്ടർടേക്കർ ലെവലിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അല്ല, എസ്പെഷ്യലി അങ്ങനത്തെ ഒരു പഴയ ഇതില് ആ രണ്ടുപേരുടെ ക്യാരക്ടർ, ഒന്ന് റോഷനും അതേപോലെ തന്നെ വിശാഖും, ബാക്കിയുള്ള എല്ലാവരും രണ്ടുപേരുടെ ആ ഒരു പെർഫോമൻസും ക്യാരക്ടറും ബോഡി ഫിഗറും ആ ഒരു അതൊക്കെ എന്ത് രസമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നവൻ. അതൊക്കെ നോക്കുമ്പോ ഐ ഡോണ്ട് നോ മമ്മൂക്ക എന്തോ. അത് മാത്രമല്ല ആറ്റിറ്റ്യൂഡും അവന്റെ ആ ഒരു പരിപാടികളും എന്ന് വെച്ചാൽ ഞാൻ തോന്നുന്നു ഒരു സമയമില്ലാതെ പെട്ടെന്ന് മമ്മൂക്കാക്ക് ഒരു പരിപാടിയുടെ ഇടയിൽ പോയി ചെയ്ത് അങ്ങ് പോയവരുണ്ട്. എനിക്ക് തോന്നി അത് വളരെ എവിഡന്റ്ലി ഉണ്ട്. യെസ്, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതാ പറയാം, ഒന്നെങ്കിൽ ആ ഒരു സാധനം ഇല്ലെങ്കിലും ആ പടം മറക്കാം. ശരിക്കും ആ ക്ലൈമാക്സിൽ അത് മതി ആ പടത്തിന് ഹൈ കയറ്റാൻ. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പുള്ളിയുടെ വളരെ അടുത്ത കൂട്ടുകാരനാണ് ഷൗക്കത്ത് ഖാൻ, പ്രൊഡ്യൂസർ. ഷൗക്കത്ത്. അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു പുള്ളിയുടെ പയ്യന്മാരൊക്കെ ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഭാഗമായിട്ട് അല്ല, ഞാൻ പറയാം, അത് അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് എടുത്ത് പറയാനുള്ള ഇപ്പോഴും പറയാനുള്ള പുള്ളി ആ ഒരു സാധനം ചെയ്യാനായിട്ട് വില്ലിങ് ആണെന്നുള്ളതാണ്. അല്ല, അതെ പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതിപ്പോ നമ്മളിപ്പം നീ ഒരു വലിയ സ്റ്റാർ ആണ്, നീ വേറെ കാര്യം പറയുന്നുണ്ട്, പൈസ മേടിക്കാതെ ചെയ്തത് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ചുമ്മാ അല്ല 100%. ബിക്കോസ് നിങ്ങൾ വേഫെയർ പ്രൊഡക്ഷൻസിന്റെ പടത്തിന്റെ ആദ്യ നമ്മളെ ഇന്ദ്രൻസിന്റെ പടത്തിന്റെ ആശാന്റെ പ്രൊമോഷന് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അതിന് ഷൗട്ട് ഔട്ട് കൊടുത്തു. ഷൗട്ട് കൊടുത്ത് പുള്ളി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്നെ വേറെ ഏതെങ്കിലും വേഫെയർ പ്രൊഡക്ഷൻസിന്റെ പടത്തിന് ഞാൻ ഇങ്ങനെ വന്ന് നിന്ന് തന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം പുള്ളി ചോദിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? ഞാൻ ആർക്കും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇതിന്റെ കഥ കേട്ട് ഈ കഥയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് മാത്രമാണ്. ആശാനല്ലേ വേഫേഴ്സിന്റെ അല്ലേ? ആശാൻ തന്നെ അല്ലേ? അതന്നെ ആശാൻ തന്നെ. അപ്പം ആ കഥയ്ക്ക് വേണ്ടിയാണ്, ഈ കഥ വൺ ഓഫ് എ കൈൻഡ് ആയിരിക്കും ഈ മലയാളി മൂവി ഇൻഡസ്ട്രിയിൽ എന്നൊരു ഡയലോഗ് പുള്ളി സപ്പോർട്ട് ചെയ്തത്. പുള്ളി പറഞ്ഞ അപ്പൊ പുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി എന്നാ പടം മാർച്ച് തന്നെയാ. അല്ല, പുള്ളി അതാ പറഞ്ഞത്, ആ കഥ എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നി. അങ്ങനെ ഒരു കഥ, അങ്ങനെ ഒരു രീതി, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മലയാളം മൂവി ഇൻഡസ്ട്രി ഉയരങ്ങളിലേക്ക് എത്തണം, അതിനുവേണ്ടി ഞാൻ എന്തും സപ്പോർട്ട് ചെയ്യും എന്ന് പുള്ളി ഒരു ഡയലോഗ്. ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഐ അഡോർ ഹിം. അങ്ങനെ വേറെ ഒരു ഞാൻ ആലോചിച്ചു, പുള്ളി ബ്രഹ്മയുഗം, അതെ എടേ ഈ ലോകം ചർച്ച ചെയ്യണ സിനിമ, മനസ്സിലായില്ലേ? ലോകം ചർച്ച ചെയ്യും ആ സിനിമയെ. എക്സാക്ട്ലി. അങ്ങനെയൊക്കെ ലെവൽ ഓഫ് ചെയ്യണമെങ്കിൽ ആ ലെവൽ ഓഫ് ഇത് വരണം. എന്താടാ കഥ കളിക്കണം, അതാണ് പറഞ്ഞ പോലെ. അല്ല, ആശാനെ പറ്റി പുള്ളി അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടില്ല. അത് ആശാനാണോ പടം എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ വേഫറിനാ കലാസ്. വേഫറിന്റെ ഒരു പരിപാടി ഞാൻ എൻ്റെ വീട്ടിലെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഞാൻ ഒരു വേഫറിന് ഞാൻ പോകാറില്ല. ഞാൻ ഇതിന് വന്ന് ഏക കാരണം എനിക്ക് ആ കഥ ഇഷ്ടമായി. വളരെ വ്യത്യസ്തമായ കഥയാണ്. ആ കഥയ്ക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു ഇന്ദ്രൻസിന് വേണ്ടിയാണ് വന്നതെന്ന് ഞാൻ വിചാരിച്ചല്ല. എന്നിട്ട് അതിനുശേഷം ഇന്ദ്രൻസിനെ പൊക്കി പറഞ്ഞു. അങ്ങനെ എന്നുവെച്ചാൽ ഇന്ദ്രൻസിന് വേണ്ടിയാ വന്നത് അതല്ല പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഞാൻ വേഫറിന് വേണ്ടിയല്ല വന്നത്, ഞാൻ കഥയ്ക്ക് വേണ്ടിയാണ്. ആ നല്ല കഥ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ആ കഥയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല ഇത് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ വരും. അതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പുള്ളി പറഞ്ഞു. ഫെബ്രുവരി ഒരിക്കലാവൂല, ബിക്കോസ് ഫെബ്രുവരി ആവാൻ ചാൻസ് ഇല്ല.
നോമ്പിന് എന്തായാലും ഇറക്കൂല, വേഫറും ഇറക്കൂല, മമ്മൂക്ക പ്രൊഡക്ഷൻസും ഇറക്കൂല. നോമ്പിന് ശേഷം ഇറങ്ങും. എന്നാ നോമ്പ്? ഫെബ്രുവരി 17 ഉറങ്ങുമല്ലോ. 17? ആ 17? ആ 18-19 ആ സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്. 17 ആയിരിക്കൂല. 17 എന്റെ ബർത്ത്ഡേ, അന്ന് വരാൻ പറ്റൂല. 18 19 17 നമ്മൾ അടിച്ചു പൊളിക്കുന്നു. 17 ഞാൻ നാട്ടില്. ഏയ് തമാശ കളിക്കല്ലേ. നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കാം. ഞാൻ എന്തായാലും നാട്ടിൽ പോകണുണ്ട് 14 തൊട്ട് 21 വരെ. അതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ചൈനീസ്, ഇനി എവനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ജാപ്പനീസ്, മറ്റേ സാൻഡ്വിച്ച്. ഞാൻ ഉണ്ട്. അതെന്താ പ്രശ്നം? നീ എപ്പോഴാ മറ്റേ തായ്ലാൻഡിൽ പോയിട്ട് തിരിച്ചു വന്നത്? നീ മറ്റേ 2 ദിവസം ഉള്ളു. അടിച്ചോ, ഓണായിക്കോ. ഓണാണോ? ആ റണ്ണിങ് ആണ്. അപ്പൊ ഇത് കിട്ടും കേട്ടോ. ഇതേ റണ്ണിങ് ആണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് അപ്ലോഡ്. അതെ നിങ്ങളൊക്കെ കാണുന്നത് ഈ ക്യാമറന്റെ ഉള്ളിലുള്ള, ക്യാമറ ഇല്ലാത്ത ഇതൊക്കെയാണ്. നമ്മളല്ല ഇവിടുത്തെ സെലിബ്രിറ്റി, അവനാണ് സെലിബ്രിറ്റി. ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പോസ്റ്റ് ആവും. ഓൺ ദ വേ ചുമ്മാ നിങ്ങൾ ക്യാമറ ഫുൾ ടൈം ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ രൂപം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും. ഇത് കട്ട് ചെയ്യാതെ മുഖംമൂടി വലിച്ച് കീറും നമ്മൾ. പിന്നെ നമ്മൾ ഒരു സാധനം കഴിക്കാനായിട്ട് കുറെ നാളായി എവനെ വെയിറ്റ് ചെയ്യാൻ. കോണ്ടന്റ് ആണത്. ലൈഫില് വല്ലപ്പോഴും എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്, അത് വൃത്തിയായിട്ട് വീണ്ടും ഞാനൊന്നും പറയണില്ല. ഓർഗാനിക് കോണ്ടന്റ് ഉസ്താദ്. ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്ക്, റീവൈൻഡ് അടിച്ച് നോക്കിയാൽ എല്ലാം ഓർഗാനിക് കോണ്ടന്റ്. റീവൈൻഡ് അടിച്ച് നോക്കിയാൽ ഓർഗാനിക്കലി കാശ് മേടിച്ച് കോണ്ടന്റ് ചെയ്യുന്നവൻ. നിങ്ങളോ? ഞാൻ കാശ് മേടിക്കുമല്ലോ. ഞാൻ കാശ് മേടിക്കുകയും ചെയ്യും, ഓർഗാനിക്കും ചെയ്യും. കഴിഞ്ഞ ഇന്ന് വന്ന് ബർഗർ ഓർഗാനിക്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ബട്ടർ ചിക്കൻ പിന്നെ എങ്ങനെ കഴിച്ചേ? ബട്ടർ ചിക്കൻ കാശ് കൊടുത്തില്ലേ കഴിച്ചേ? ഇവിടുത്തെ വേൾഡ്സ് ബെസ്റ്റ് ബർഗർ 158 ദിർഹം. ടർക്കിഷ് റെസ്റ്റോറന്റ്. നമുക്ക് എടുത്തെടുത്ത് പറയാം. നമ്മളാ മറ്റേ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സാധനം ജാപ്പനീസ് കേക്കല്ല മറ്റേ സാൻഡ്വിച്ച്. നമ്മളാ ഫിലിപ്പീനോ ചീസ് കേക്ക്, ഇതൊക്കെ ഞങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണിക്കുന്ന സാധനം. നമ്മുടെ അത്ര കാലിന്റെ ഷേപ്പുള്ള ചിക്കൻ ഞാൻ ഇന്നലെ അയച്ചെന്ന്, അത് പോണോ? അത് പോവാം, റിഗേലാണ്, വെറുതെ പോവാം. അത് ഹോർമോൺസ് അടിച്ച് കയറ്റി ചിക്കൻ. എന്താ വെച്ചാൽ ഇവിടുത്തെ 2.5 കിലോ ചിക്കൻ ഒക്കെ അല്ലേ. പിന്നെ ഒരു ചിക്കൻ കാല്, അതിന് കാലിൽ തന്നെ കൈൻ്റെ അത്ര വരും. ഞാൻ തന്നെ കഴിച്ചെന്നില്ല. ഫിലിപ്പീനോ ഒരു ചോറിന്റെ മണ്ടയില് ഇനാസൽ ചിക്കൻ ലെഗ്, ആ ലെഗ് കണ്ടു കഴിഞ്ഞാൽ കാല് പോലെ ഇരിക്കും. അതെ നല്ല സൈസുള്ള ചിക്കൻ. 25 ദിർഹംസിന് നല്ല പോർഷനാണ്. നെറ്റ് ഭയങ്കര സ്ലോ ആണോ ബ്രോ? ഇച്ചിരി 5G ഇട്ടത്, പക്ഷെ ഭയങ്കര സ്ലോ ബ്രോ, അപ്ലോഡ് ആവുന്നില്ല. അതാ നിന്റെ കോണ്ടന്റിന്റെ ശക്തി കാരണമായിരിക്കും. കോണ്ടന്റ് അല്ലടാ, ഇരിക്കട്ടെ, അത് അപ്ലോഡ് ആവട്ടെ. പിന്നെ ഭാവനയായിട്ടുള്ള ഇന്റർവ്യൂ എങ്ങനെയുണ്ട്? ഭാവനയായിട്ട് ഇന്റർവ്യൂവിന്റെ മുന്നേ ഫ്ലവേഴ്സ് നേരെ കളേഴ്സിനോട് ചാടിയല്ലേ? അനാവശ്യ കാര്യം. ഫ്ലവേഴ്സ് നേരെ കളേഴ്സിനോട് ഇല്ല, ഫ്ലവേഴ്സ് നേരെ കളേഴ്സിന് ചാടിയിട്ടൊന്നുമില്ല. കളേഴ്സിന്റെ ഒരു പുതിയൊരു പരിപാടിയാണ്, നല്ല കളർ പരിപാടിയായിരുന്നു. കളേഴ്സ് ഫുഡ് ട്രെയിൽ സീസൺ 6 6ാം സീസണാണ്. ഇല്ല പിന്നെ എന്നോട് പറഞ്ഞു എല്ലാം വിട്ടു എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. അന്ന് പോസ്റ്റ് ചെയ്തെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൽ എന്നെ ക്ഷണിച്ചു. അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് ശേഷം ഏഷ്യാനെറ്റുകാരൊക്കെ എന്നോട് വന്ന് സംസാരിച്ചു, ജിയോ ഹോട്ട്സ്റ്റാർ ആൾക്കാരൊക്കെ ഒന്ന് സംസാരിച്ചു. അവർക്ക് കുറച്ച് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഇതൊന്നും നടന്നിട്ടൊന്നുമില്ല. ബട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഷോ. എനിക്ക് സീനും ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ എക്സെപ്റ്റ് അടിച്ചിട്ടില്ല. ഏത് നീ ഒരു ചാനൽ വെക്കുമ്പോൾ സുബിനോളജി, അടുത്ത ചാനൽ വെക്കുമ്പോൾ സുബിനോളജി. പക്ഷെ ഇപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് തന്നെയാണ്. നമ്മുടെ സൊറബറ എന്നൊരു ഷോ നടക്കുന്നുണ്ട്. എല്ലാവരും സൊറബറ പോയി കാണുക. അല്ലല്ലേ, ഭാവനയുടെ ഫസ്റ്റ് വഴി നമ്മൾ കാത്തിരിക്കുന്നത് കാണാനായി. എന്നുവെച്ചാൽ ഈ വരുന്ന ആഴ്ചയാണല്ലോ പടം റിലീസ്. അനോമി ത്രില്ലർ മൂവിയാണല്ലോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു PR-ലാണ് അവരുള്ളത്. പക്ഷെ ഞാൻ ഫുഡ് പേഴ്സണൽ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന കോംപ്ലിക്കേറ്റഡ് ചോദിക്കാനും പാടില്ല. അതൊന്നും മറ്റേ പരിപാടിയാണ്. അതെ ഒരാൾ ഒരു ഫേസിലെ കൂടെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ,
അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഇതും കിട്ടിയിട്ടില്ല. അദ്ദേഹം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള രീതി കിട്ടാത്തൊരു അവസ്ഥയിൽ നമ്മൾ അതൊക്കെ കുത്തി ചോദിക്കുന്നത് ഒരു ശരിയല്ല. അല്ല, അത് ആരും ചോദിക്കാൻ പാടില്ല. ഇറസ്പെക്റ്റീവ് ടു എനിബഡി ഇല്ലേ? നീ ചോദിക്കുക. അതാണ് പറഞ്ഞത്, അത് മനുഷ്യനായിരിക്കണം. കുറച്ച് മനുഷ്യത്വം വേണമുള്ളവർ അത് ചോദിക്കൂല. അങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. നല്ല ഇൻ ദ ബിഗിനിങ് കുറച്ച് ഡള്ളായിരുന്നു. ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞ. ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞ. കണ്ടല്ലോ, ഇതാണ് അവന്റെ സ്വഭാവം. ഇൻ ദ ബിഗിനിങ് കുറച്ച് പുള്ളിക്കാരത്തി കുറച്ച് ഡള്ളായിരുന്നു. കുറച്ച് ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മള് ഡീഹൈഡ്രേറ്റ് എന്നെല്ലാം പറയുന്നില്ല, അതേപോലത്തെ ഒരു എക്സോസ്റ്റഡ്. ബിഗിനിങ് പുള്ളിക്കാരി കുറച്ച് ഡള്ളായിരുന്നു. പിന്നെ സുബിനോട് കോമഡി ഒക്കെ ആരായാലും പൊട്ടിച്ചിരിക്കും. എന്തായാലും ഞാനൊരു ഷോപ്പിൽ കയറി നിങ്ങൾ കോമഡി പറഞ്ഞല്ലേ? നിങ്ങൾ കോമഡി പറഞ്ഞോ? നിങ്ങൾ കോമഡി പറഞ്ഞില്ലേ? എപ്പോ? ഇപ്പഴാ? ഭാവനയുടെ ഇല്ല. നിങ്ങൾ എഴുതിക്കൊണ്ട് കോമഡി പറഞ്ഞത് എനിക്കറിയാം. എനിക്കറിയാം. ഇല്ല, എനിക്ക് സത്യം പറഞ്ഞ ഞാനൊരു കോമഡി ടൈപ്പ് അല്ല. അല്ല, ഞാനൊരു കോമഡി ടൈപ്പ് അല്ല. എനിക്ക് കോമഡി വരികയില്ല. എനിക്ക് മെയിൻലി നൊസ്റ്റാൾജിയ, കോളേജ് ലൈഫ്, റിലേഷൻഷിപ്പ്. ഇതിനൊക്കെ ഒറ്റ വാക്കേ ഉള്ളൂ, തന്ത വൈബ്. തന്ത വൈബ്. അതെ, എനിക്ക് അങ്ങനെ പലതും പറയാം. എന്തൊക്കെ ചോദിക്കും? ഭാവനയുടെ അടുത്ത് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ. ഓക്കെ, ഭാവനയാണ് ഇരിക്കുന്നത്. ഹായ് ഭാവന, നമസ്കാരം, വെൽക്കം ടു സൊറവറ. താങ്ക് യു. സ്പോൺസർഡ് ബൈ ഷസാം. ഓക്കെ, അല്ല ഇരുന്നോട്ടെ, നമ്മുടെ ആക്ച്വൽ സ്പോൺസർ പെർഫ്യൂം മിക്സ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പറഞ്ഞു പെർഫ്യൂം മിക്സ് എന്ന് പറഞ്ഞു. ഭാവന സുഖമാണോ? ഭാവന ഇതാണോ ചോദ്യം? ചോദ്യം വരുമ്പോഴത്തേക്ക് ഭാവനയുടെ പിന്നെന്തോ ചോദിക്കേണ്ടത്? ഭാവന കടന്നു വരും ചോദ്യത്തിലേക്ക്, അങ്ങനെ വരുന്നത്. ഭാവന വന്നിരുന്ന് നീ സുഖമൊക്കെ ചോദിച്ചു, പുട്ടും പയറും രാവിലെ തിന്നൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ്. രണ്ട് ചോദ്യം. ഞാൻ ഭാവനെ കണ്ടു തുടങ്ങിയത് കറുപ്പിനഴക് വെളുപ്പിനഴക് പാട്ടിലൂടെ ആയിരുന്നു. മറ്റേ കണ്ടിട്ടില്ലേ, സുഖമാണി നില വന്നി, നമ്മൾ കണ്ടിട്ടില്ല. അതെനിക്ക് ആളെ താല്പര്യമില്ല. ബെസ്റ്റ്. ഭാവന ഇപ്പൊ റീസെന്റ് കുറെ കേസുകളൊക്കെ വന്നു. ഇതിനെ പറ്റിയല്ലേടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ ഫുള്ള് പറയട്ടെ. റീസെന്റ് കുറെ കേസുകളൊക്കെ. ഇതാണ് തന്ത വൈബ് ക്വസ്റ്റ്യൻ. ഒരാളവിടെ പിടച്ചിരിക്കും, വന്നിട്ട് അവരെ കൊണയടിക്കുന്നത് പറഞ്ഞിട്ട്. റീസെന്റ് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു, കേസുകളൊക്കെ വന്നു. പക്ഷെ ഭാവന ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട്. അത്രയുള്ളൂ, തീർന്നു. സൊറവറ അത് മതി, അത്ര മതി, അത്ര സൊറവറ മതി. അവിടെ മതി. നിങ്ങളെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷെ ഞാൻ പുറത്തു വിടത്തില്ല കേട്ടോ, ഞാൻ സൊറവറ. അല്ല, നീ കാര്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, പുതിയ എന്തെങ്കിലും പ്രോജക്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ബെസ്റ്റ്, ഫ്രഷ്, വളരെ ഫ്രഷ്. നീ അങ്ങനെ തന്ത ദുബായിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പിന്നെ ഷുഗർ കട്ടാണോ? പിന്നെ ഞാൻ ചോദിക്കണ്ടേ? അതാണ് പറഞ്ഞത്, ഷുഗർ കട്ട്. നല്ല ഒരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അല്ല, അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും തിരിച്ചു വന്ന ആരും ചോദിക്കാത്ത ചോദ്യം ഇവിടെ വന്നു കഴിഞ്ഞാ നിങ്ങളെന്താ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പറ കേട്ടെ. എനിക്ക് അറിയാം. ഇത് ഭാവന വളരെ വളരെ ഞാൻ ഭാവന നമ്മളെന്നൊരു പടത്തിൽ ആദ്യ വേഷം 15-ാം വയസ്സിലാണ്. അതേ വേഷത്തിൽ തന്നെയാണ് സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. അറിയോ? ആർക്കാണ്? ഭാവനയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി മെൻഷൻ അവാർഡ് ഭാവനയ്ക്ക് അന്ന് കിട്ടിയിരുന്നു. അപ്പം അത് കിട്ടുന്നതിന് മുമ്പ് ഈ നമ്മളെന്നൊരു പടത്തിൽ പുള്ളി ഒരു ക്യാരക്ടറോ ഒരു ഓഡീഷനും ചെയ്യാതെ വന്നൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞ ബൈ ലക്ക് കിട്ടിയ ആളാണ്. അതെ, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അച്ഛൻ്റെ സിനിമാറ്റോഗ്രാഫർ ആണല്ലോ. അപ്പം സംസാരം എപ്പം പടം തന്നെയാണല്ലോ, മൂവി തന്നെയാണ് സംസാരം. അപ്പം അതുകൊണ്ട് ഞാൻ തോന്നുന്നു ആ ഒരു ഇല്യൂഷൻ കംപ്ലീറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ട്. ആൻഡ് അതിന് തന്നെ സ്പെഷ്യൽ ജൂറി അവാർഡും കിട്ടി. അപ്പോൾ ആ ഒരു നമ്മളെന്നൊരു കഥാപാത്രം, അതിലുണ്ടായ കഥാപാത്രം ആദ്യമായിട്ട് അണിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ ഫീൽ എന്തായിരുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഇനി ഇതിന് മറുപടി കേൾക്കണോ? നീ സൊറവറ പോയി കണ്ടാ മതി. പക്ഷെ എനിക്ക് ഭാവനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയും, മമ്മൂക്ക ക്രോണിക് ബാച്ചിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻ്റർവ്യൂ, അതായത് ഇതുപോലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാധനത്തിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്,
വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അങ്ങനെയൊന്നും മമ്മൂക്ക ആരെയും അതിനെ പൊക്കി പറയാറില്ല. അപ്പൊ മമ്മൂക്കയെ പോലും ആ നടൻ പറയാണ് ഇതില് ഭാവന വേറെ നമ്മൾ അതിന് ബദലായിട്ട് വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട് പുള്ളി ആ പറഞ്ഞ സാധനം. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, മമ്മൂക്ക സെറ്റിൽ കോണപ്പാച്ച സെറ്റിൽ ഇങ്ങനെ വരുമ്പോൾ അവരെണീക്കും, ഭവൻ എണീക്കും, എന്നിട്ട് പുള്ളി അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും എണീക്കും. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ എണീക്കും. സാറ് പറഞ്ഞു അപ്പം ഹെഡ് മാസ്റ്റർ ഒക്കെ നടന്നു പോകുന്ന പോലെ അപ്പം മമ്മൂക്ക വന്നിട്ട് പറഞ്ഞ എണീക്കണ്ട, പടം കഴിയുന്നവരെ ഇനി ഷൂട്ട് കഴിയുന്നവരെ എണീക്കണ്ട, അവിടെ ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഇപ്പം എണീക്കാറുണ്ടോ എന്നുള്ളത്. നീ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കരുത്. എന്നാ പോന്നെ? നീ ഒരു ചാൻസ് കൂടെ തരാം. ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമ്മുടെ ആര്, ദുൽഖർ സൽമാനാണ്. നിങ്ങളൊന്ന് മാറിയിരിക്കും, പ്ലീസ്. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചു, ഞാൻ ഒരു സ്റ്റാൻഡ് എന്ന് വിചാരിച്ചത്. ദുൽഖർ ഇരിക്കുന്നത് ഫസ്റ്റ് ചോദ്യം. ഹൗ ആർ യു എന്ന് വല്ലതും ചോദിച്ചാണല്ലോ സ്വഭാവം മാറുന്നത്. അവിടെയാണ് മൈക്ക് ഇരിക്കണത്. എടാ ഹായ് DQ അങ്ങനെയല്ലടാ ഫസ്റ്റ് വേണ്ടത്. പുള്ളി അസ്സലാമു അലൈക്കും. വലിയൊരു ആഗ്രഹമായിരുന്നു DQന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ കൂടെ ഇരിക്കണം, അടുത്തിരിക്കണം. ഭയങ്കര ഫാനാണ് ഞാൻ DQന്റെ. ബ്രോ കുറച്ച് വെള്ളമുണ്ട്, കുറച്ചുണ്ട്. ബ്രോയെ കണ്ട ആക്ച്വലി ഏജ് പറയത്തില്ല, ആക്ച്വലി എത്ര വയസ്സുണ്ട് ബ്രോ? ഈ ഡയറക്ടർ ആരാണ്? ഞാൻ കമ്പനി വിക്കിപീഡിയ നോക്കണം. എത്രാമത്തെ വയസ്സിലാണ് സെക്കൻഡ് ഷോയിൽ അഭിനയിച്ചത് ബ്രോയുടെ? അവിടെ ദുൽഖറാ, വെയിറ്റ് സംസാരിക്കും. ഇല്ല ആ ക്വസ്റ്റ്യൻ കൊള്ളൂല, അടുത്ത ദിവസം. ബ്രോയുടെ പേരെന്തായിരുന്നു? എനിക്ക് ഫ്രണ്ട്ലി ആണ്. ഇങ്ങോട്ട് ചോദിച്ചാലേ അതേ ഫ്രണ്ട്ലി. ഇപ്പൊ പുള്ളി ചോദിച്ച ഒരു ചോദ്യം, നമ്മൾ അഭിനയിച്ചപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ സിനിമയിൽ ആദ്യം വന്നപ്പോ ഇത്രയും ലുക്കുള്ള DQന് മുഖത്ത് ആ ഒരു മേക്കപ്പ് ഇട്ടപ്പോ എന്താണ് തോന്നിയത്? ലൈക്ക് ഇച്ചിരി ഡള്ളല്ലായിരുന്നു ലൈക്ക് ഫേസ് ഒക്കെ? ആ ഒരു മേക്കപ്പ്. മോനേതാ നാട്? കുതിരവട്ടം. ഇയാളെ എനിക്ക് മനസ്സിലായി. മമ്മൂക്കായെ കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂക്ക ഇത്ര എങ്ങായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതായിരിക്കും അടുത്ത ചോദ്യം മമ്മൂക്കാരുടെ അടുത്ത്. എടാ ഞാൻ സീരിയസ് ആയിട്ടൊരു ചോദ്യം. ഞാൻ ഇത്ര തമാശയായിരുന്നു, സീരിയസ്ലി തമാശയായിരുന്നു. സീരിയസ് ആയിട്ട് അപ്പം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഹായ് DQ, അപ്പം വെൽക്കം ടു അവർ സൊറബറ ഷോ പവേർഡ് ബൈ ഷസാം. സോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരാൻ ഒരു ആഗ്രഹം? ലൈക്ക് എല്ലാവരും പറയുന്നു സ്വന്തം വാപ്പ സിനിമയിലുള്ളത് കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. അല്ല, DQയുടെ സ്വന്തമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നോ സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ സിനിമയിൽ ആക്ടർ ആവണം എന്നൊക്കെ? ഇതില്ലേ സെക്കൻഡ് ഷോ സിനിമയല്ലേ, അന്ന് അവ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോ ഒട്ടും ചോദിച്ച ചോദ്യമാണത്. അത് കഴിഞ്ഞ് അടുത്തും പോട്ട് എല്ലാരും പറയുന്നു. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞുതരാം. DQ വന്നിരിക്കുകയാണ്. DQന്റെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയാണ്. പറഞ്ഞേക്കെ നീ എവിടെ കസേര കളിക്കാതെ. അപ്പം ഐ ആം ഗെയിമിലാണ്. അപ്പൊ DQ ഒരുപാട് മറ്റെന്താ പറയുക നല്ല സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. DQ പ്രായം അതൊക്കെ കഴിഞ്ഞു. നിനക്ക് പുള്ളിയുടെ അടുത്ത് നല്ല ജെന്യൂൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എന്തായിരിക്കും? ഒരുപാട് കാർ കളക്ഷൻസ് ഉണ്ട്. എനിക്കറിയണ്ട, ഒരുപാട് കാർ കളക്ഷൻസ് ഉണ്ട്. ഫേവറേറ്റ് കാർ ഏതെന്നായിരിക്കും എല്ലാരും ചോദിക്കുന്നത്. ഫേവറേറ്റ് അല്ലാത്ത കാർ പറഞ്ഞത് ഈ പുള്ളിയൊക്കെ നിങ്ങളോട് ചിലപ്പോ അഭിനയിച്ച് കാണുന്ന സീരിയലില് പിടിച്ച് മാറ്റി ഇതിനൊക്കെ. എനിക്കിത് സ്വന്തമായിട്ട് എനിക്ക് ചെയ്യണം. എനിക്കിതൊക്കെ അപ്പൊ ഞാൻ പറയാൻ വന്നത് DQന് ഒരുപാട് കാർ കളക്ഷൻസ് ഉണ്ട്. എല്ലാവർക്കും അറിയാം ക്ലാസിക് കാർസിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ DQന്റെ കാർ ലിസ്റ്റില് ഏറ്റവും ഫേവറേറ്റ് ക്ലാസിക് കാർ ഏതാണ്? ക്ലാസിക്. ഡിഫറൻസ് കാണിച്ചു തരാം.
നിങ്ങൾക്ക് നാളെ അവന് സൊറ പുറകെ കിട്ടുകയെന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾ അവൻ്റെ അടുത്ത് ചോദിക്കും. ആ നിക്ക് മിണ്ടാരി. വെൽക്കം ടു ആർ ഷോ നൊമാഡിയൻ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട്, എങ്ങനെ പോകുന്നു? ഇപ്പൊ അത് നിനക്ക് ചോദിച്ചോളാം. നിന്റെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, പറഞ്ഞോ. ഈയിടെയായിട്ട് ഭയങ്കര ട്രാൻസിഷനാണ് നിങ്ങളുടെ വീഡിയോസിൽ ഞാൻ കണ്ടുവരുന്നത്. നിങ്ങളുടെ ഒരു കട്ട് ചില ആൾക്കാർ കമൻറ്റും ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നില്ലല്ലോ, വള്ളിയും പുള്ളിയും ഇല്ലാതെയാണല്ലോ ആ കട്ട്സ് എടുക്കുന്നത്. എന്താണ് നിങ്ങൾ ആ കട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ കട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ടോ? ട്രാഫിക് മൂവി. അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ വ്ളോഗിൽ അങ്ങനെ ഒരു കട്ട് കൊണ്ടുവന്നത്, ലൈക്ക് നോൺ ലീനിയർ എഡിറ്റ്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നു ചിക്കൻ ഷവായി എന്ന്, പിന്നെ അടുത്ത ഡയലോഗ് വരുന്നത് മട്ടൻ ഷവായി എന്നാണ്, അതിന്റെ പിറ്റത്തെ ഡയലോഗ് വരുന്നത് കാര്യം മനസ്സിലാക്കണം, മട്ടൻ ഷവായി എന്നൊരു സാധനമില്ല. നിങ്ങൾ വലിയൊരു ഫുഡ് ബ്ലോഗറാണ്, പ്ലീസ്. നിങ്ങൾ വലിയൊരു ഫുഡ് ബ്ലോഗറാണ്. അപ്പോ മട്ടൻ ഷവായി എന്നൊരു സാധനം ലണ്ടനിൽ പോയി കണ്ടുപിടിച്ചാണോ? വെയിറ്റ് ഞാൻ പറയാം. ഷവായിയുടെ അർത്ഥം എന്താണെന്നറിയോ? അയ്യോ, തീർന്നു. നീ നോവിച്ചത് ഒരു പാമ്പിനെ. പറയൂ. നമ്മള് ഇവിടെയാണ് ഇന്റർവ്യൂ, ഇവിടെയാണ്. നമ്മളൊരു സാധുവ ജീവിയാണെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശവം എന്നാണ് പറയുന്നത്. കോഴി മരിച്ച കോഴിയെ അതിനായിട്ട് കറക്കാൻ പറ്റുന്നത് ശവമാണ്. അപ്പൊ നീ പറയുന്ന ഈ സ്ട്രാറ്റജിയിൽ ഈ മട്ടൻ മരിച്ചു കഴിഞ്ഞാൽ കറക്കി കഴിഞ്ഞാൽ ശവായി ആവോ ഇല്ലയോ? കറക്കാറില്ല. ആരാ പറഞ്ഞ കറക്കാറില്ല? ഏത് മട്ടനാണ് കറക്കി? ആരാ പറഞ്ഞ മട്ടൻ കറക്കാൻ? ഞാൻ കാണിച്ചേ. ലാം ഷെഫ് എന്ന് പറഞ്ഞ വെയിറ്റ്, ലാം ഷെഫ്, ലാംബ് അപ്പൊ നീ ഓക്കെ നൊമാഡിയൻ, ഐ എം എക്സ്ട്രീംലി സോറി, ഐ എം ജസ്റ്റ് മേക്കിംഗ് യു റൈറ്റ്. നമുക്കൊരു ചിക്കൻ ഷവായി എന്ന് പറഞ്ഞ ഡിഷ് ഉണ്ട്, മട്ടൻ ഷവായി എന്ന് പറഞ്ഞ ഡിഷ് ഇല്ല. പക്ഷേ മട്ടൻ ഷവായി എന്നൊരു സാധനം ഇല്ല എന്ന് പറയാനുള്ള ഒരു വ്യവസ്ഥ നിങ്ങളുടെ അടുത്ത് ഇല്ല. ഒരു ഷവായി എന്ന് വെച്ചാൽ ഗ്രില്ലാണ്, മനസ്സിലായോ? സോ മട്ടൻ ഗ്രില്ല് ചെയ്താ മട്ടൻ ഫിഷ് ഷവായി എന്ന് പറയാം. ഒരിക്കലും മട്ടൻ ഷവായി എന്ന് പറഞ്ഞ ഡിഷ് ഇല്ല. അർത്ഥം ഗ്രില്ലാണെങ്കിൽ ആ പറഞ്ഞത് തെറ്റില്ല. ഓക്കെ, ശരി, അന്ന് കണ്ടിന്യൂ, ഞാൻ ബാക്കി സംസാരിക്കാം. അപ്പൊ നിങ്ങളുടെ നോൺ ലീനിയർ എഡിറ്റിലാണ് വരുന്നത്. ശരി, ഓക്കെ, ചിക്കൻ ഷവായി, ഞാൻ മട്ടൻ ഷവായി, മട്ടൻ ഗ്രില്ല്, ചിക്കൻ അടുത്തതിൽ പിന്നെ മട്ടൻ പറയുന്നു, പിന്നെ നീ വെളിയിൽ നിൽക്കുന്നു, പിന്നെ നീ ചായ കുടിക്കുന്നു, പിന്നെ നീ ലൈം ജ്യൂസ് കുടിക്കുന്നു, പിന്നെ നീ ബില്ല് കൊടുക്കുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് നീ ചിക്കൻ കഴിക്കാൻ പോകുന്നു. നീ ബില്ല് കൊടുത്തതിന് ശേഷം കാര്യങ്ങള് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായല്ലോ. മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ലൈം ഉണ്ട്. ഓക്കെ, ഇത് നേരിട്ട് വന്ന ഒരാൾ പറഞ്ഞിട്ട് നല്ലത്, വളച്ചു കുത്തി പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി വരും. ഇത് ഫുള്ള് കാണാൻ ഡയറക്റ്റ് ഞാൻ പറയുകയാണ്, ഇവിടെ ചിക്കൻ ഉണ്ട്, ചിക്കൻ കഴിഞ്ഞിട്ട് ചിക്കൻ്റെ സൂപ്പ് ഉണ്ട്, ചിക്കൻ്റെ മറ്റേ ഫ്രൈ ഉണ്ട്. അതിനായിട്ട് നല്ലത് ചിക്കൻ പറഞ്ഞിട്ട് മട്ടിലോട്ട് പോകുന്നില്ല. സംതിങ് ഡിഫറെന്റ്. നോർമലി എല്ലാവരും ചെയ്യുന്നതിനേക്കാളും ഒരേ വ്യത്യസ്തമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ശരി, താങ്ക് യു. എന്താണെങ്കിലും ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഞാൻ വിനയമായി വിശ്വസിക്കുന്നു. സൊറോവർ നമ്മൾ നിർത്തുന്നില്ലല്ലോ. ഇതൊരു പോഡ്കാസ്റ്റ് നമ്മൾ നിർത്താത്തൊരു സാധനമാണ്. നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവരും ക്ഷണിക്കുകയാണ്, അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവരും വരികയാണ്. നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക് നമ്മളെ സൈഡ് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കുസൃതി ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ടോപ്പിക് ആണെങ്കിൽ പോലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളിപ്പോ ഇതിന് പെവർ പോഡ്കാസ്റ്റ് ഒഫീഷ്യലി പവർ അപ്പോ എന്താണ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഞാൻ അത് മാത്രമല്ല, ഇനി ഒരു പക്ഷേ നമുക്ക് ഇവിടെ ഗസ്റ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവരെ ഇതേപോലെയൊക്കെ നമ്മൾ നൊമാഡിയനും ക്വസ്റ്റ്യൻ ചോദിപ്പിച്ച് വെറുപ്പിക്കുന്നതായിരിക്കും. അപ്പോ ഉടനെ തന്നെ നമ്മൾ അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരിക്കലും ഒരു സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ ഇവിടെ കൊണ്ടിരുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിരുത്തി അവരടുത്ത് സംസാരിക്കുന്നത് പോലെ ആണ് എനിക്ക് സിനിമയെ കുറിച്ച് ഒരു മിനിറ്റ് ഒക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അല്ല, സിനിമ സംസാരിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നതിൽ എനിക്ക് താല്പര്യം. നമ്മൾ ഫൺ കാസ്റ്റ് ഫണ്ണായിട്ട് വന്നിരുന്നവരെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ചിരിക്കാന്നൊക്കെ പറഞ്ഞത് ഞങ്ങളും നിങ്ങളുടെ അങ്ങനത്തെ ഗസ്റ്റുകളെ ഞാൻ തേടുന്നുണ്ട്, സുബിൻ തേടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ ഇവിടെ ആ കവറിന് പകരം അവരായിരിക്കാം. പിന്നെ ഉടനെ തന്നെ നമ്മുടെ പയ്യൻ വരുന്നതായിരിക്കും.
പിന്നെ അവൻ പെണ്ണ് കെട്ടിയ സ്ഥിതിക്ക് ഇനി എന്തിനാണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. 2 പെൺപിള്ളേരെ ഇപ്പോൾ ഉള്ളത്. ഒന്ന് കാറും കാറും ഒന്ന് ഭാര്യ. ഭാര്യയും. യെസ്. അപ്പോൾ എന്താണെങ്കിലും വന്നതിലും സപ്പോർട്ട് ചെയ്തതിലൊക്കെ സന്തോഷം. ടീം നൊമാഡിയൻ സൈനിങ് ഓഫ്. ടീം Subhanology signing off and call me Shasam വീണ്ടും signing അടുത്ത എപ്പിസോഡ്. അടുത്തത് വരെ ബൈ. bye bye. എടാ എസ്കേപ്പി വന്ന് ബൈ പറടാ.